بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم ثم لتسألن يومئذ عن النعيم. بسم الله والحمد لله والصلاة والسلام على رسول الله. اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد وعلى آله وأصحابه أجمعين وبعد. أركل كله. ഇത് നമ്മൾ സൂറത്തുൽ തകാസുർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ അസ്ർ ആണ് വിശദീകരിച്ചത്. ഇന്ന് സൂറത്തുൽ തകാസുർ. സൂറത്ത് തകാസുറിന് സൂറത്ത് അൽഹാകുമുത് തകാസുർ എന്ന പേരുണ്ട്. അൽഹാകുമുത് തകാസുർ, അതേപോലെ തന്നെ അത്തകാസുർ എന്ന പേരുണ്ട്. വലൈക്കും സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക കാലഘട്ടത്തിലാണ് ഈ സൂറത്തിന്റെ അവതീർണത, സൂറത്തു തകാസുറിന്റെ അവതീർണത എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത്. ഈ സൂറത്തുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ മദീന കാലഘട്ടത്തിൽ അരങ്ങേറിയതിനാൽ ചിലർ ഈ സൂറത്ത് മദനീയത്താണ്, മദീനയിൽ അവതീർണമായതാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സൂറത്ത് മക്ക കാലഘട്ടത്തിൽ അവതീർണമാണ്. ചില സംഭവങ്ങൾ മദീനയിൽ ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സൂറത്ത് അവർക്ക് ഓതി കേൾപ്പിച്ചിട്ടുണ്ട്. അത് കാരണത്താൽ ചിലർ മനസ്സിലാക്കിയത് സൂറത്ത് തന്നെ ഇറങ്ങിയത് മദീനയിലാണെന്ന്. യഥാർത്ഥത്തിൽ സൂറത്ത് ഇറങ്ങിയത് മക്കയിലാണ്. സൂറത്ത് ഇറങ്ങാനുള്ള കാരണം ഭൗതിക വിഭവങ്ങളിൽ മനുഷ്യർ പരസ്പരം പെരുമ കാണിക്കുകയും പെരുപ്പം നടിക്കുകയും ചെയ്തപ്പോൾ പരലോകം അന്വേഷിക്കാതെ ദുനിയാവിൻ്റെ വിഷയത്തിലുള്ളതായി ഈ പെരുമ നടിക്കൽ, പെരുപ്പം കാണിക്കൽ, അത് ചിലരുടെ പ്രവണതയായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തിരുത്തിക്കൊണ്ടാണ് ഈ സൂറത്ത് ഇറക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ എന്ന് ഓതിയത് കേട്ടത് അബ്ദുല്ലാഹ് ഇബ്നു ഷഖീർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു ഷഖീർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യണം. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ എന്ന് ആയത്ത് ഓതി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യഖൂലു ബിനു ആദം മാലി മാലി. മനുഷ്യൻ പറയുന്നു എൻ്റെ സമ്പത്ത്, എൻ്റെ സമ്പത്ത് എന്ന്. മനുഷ്യൻ എൻ്റെ സ്വത്ത്, എൻ്റെ സ്വത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈസ ലക മിൻ മാലിക് ഇല്ലാ മാ അകൽത് ഫഅഫ്നൈത് വലബിസ്ത് ഫഅഫ്നൈത് ഫഅബ്ലൈത്. റഹ്മക്കല്ലാഹ്.
വതസദ്ദഖ്ത ഫഅംബൈത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനുഷ്യനിങ്ങനെ എൻ്റെ സ്വത്ത് എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ മനുഷ്യ, നിന്റെ സ്വത്തിൽ നിനക്കുള്ളത് നീ ഭക്ഷിച്ച് തീർത്തതും നീ ധരിച്ച് പഴകിപ്പിച്ചതും നീ ദാനധർമ്മം ചെലവഴിച്ച് സദഖ ചെയ്ത് പിന്നെ നടപ്പിലാക്കിയതുമായ കാര്യങ്ങൾ മാത്രമേ നിനക്കുള്ളൂ. ബാക്കിയുള്ളതൊന്നും നിന്റെ സ്വത്തല്ല. നീ തിന്നത് നിനക്കുണ്ട്, നീ ധരിച്ചത് നിനക്കുണ്ട്, നീ സദഖ ചെയ്തതും നിനക്കുണ്ട്. ബാക്കിയുള്ളതൊന്നും നിന്റെ സ്വത്തല്ല. പിന്നെ അതാരാ? നീ ശേഷിപ്പിക്കുന്നത് അത് ജനങ്ങൾ അനന്തരെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യൻ എന്തിനാണ് മാലി മാലി എന്ന് പറയുന്നത് എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ഈ സൂറത്ത് ഓതുകയും ചെയ്തു. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ എന്ന സൂറത്ത് ഓതുകയും ചെയ്തു എന്നാണ് അബ്ദുള്ള ഇബ്നു ഷിഖീർ റളിയല്ലാഹു തആല പറയുന്നത്. അത് ഈ സൂറത്തിൻ്റെ പ്രത്യേകതയായി മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. എന്തിനാണ് ഈ സൂറത്ത് ഇറങ്ങിയത്? അൽഹാകുമുത് തകാസുർ. അതിൻ്റെ കാരണം പറയുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ ഈ ആശയം മനസ്സിലാക്കണം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. അൽഹാക്കും എന്ന് പറഞ്ഞാൽ ഷഗലക്കും എന്നർത്ഥം. ഷഗലക്കും, നിങ്ങളെ വ്യാപൃതമാക്കി. അൽഹ എന്ന് പറഞ്ഞാൽ വ്യാപൃതമാക്കി, അശ്രദ്ധമാക്കി. അൽഹാക്കും, നിങ്ങളെ അശ്രദ്ധമാക്കിയിരിക്കുന്നു. അത്തകാസുർ, തകാസുർ തകാസുർ എന്ന് പറഞ്ഞാൽ മുകാസറ എന്നർത്ഥം. അത്തകാസുർ എന്ന് പറഞ്ഞാൽ മുകാസറ. മുകാസറ എന്ന് പറഞ്ഞാൽ പെരുമ കാണിക്കുക അല്ലെങ്കിൽ പെരുപ്പം നടിക്കുക എന്നാണ് മുകാസറ എന്ന് പറയുക. പെരുമ കാണിക്കുന്നതിനും പെരുപ്പം നടിക്കുന്നതിനാണ് മുകാസറ അല്ലെങ്കിൽ തകാസുർ എന്ന് പറയാം. അപ്പം അൽഹാക്കും, നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. അത്തകാസുർ, പെരുപ്പം നടിക്കലും പെരുമ കാണിക്കലും. ഹത്താ സുർതുമുൽ മഖാബിർ. ഹത്ത എന്ന് പറഞ്ഞാൽ വരെ എന്നുള്ള അർത്ഥം, ലൽഗായ. ഹത്താ സുർത്തും, സുർത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ സന്ദർശിച്ചു. സുർത്തും, നിങ്ങൾ സന്ദർശിച്ചു. അൽ മഖാബിർ, മഖാബിർ മഖബറന്റെ ബഹുവചനാണ് മഖാബിർ. മഖബറ ശ്മശാനം, മഖാബിർ ശ്മശാനങ്ങൾ. മഖബറത്തുൻ മഖാബിറു ശ്മശാനങ്ങൾ. മഖബറ ശ്മശാനങ്ങൾ. ഖുബൂർ എന്നുള്ള ഹത്താ സുർതുമുൽ ഖുബൂർ. മഖബറകളെ നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ. പരസ്പരം തകാസുർ, പരസ്പരം പെരുമ കാണിക്കുക, പെരുപ്പം നടിക്കുക എന്ന പ്രവണത അൽഹാക്കും, നിങ്ങളെ അശ്രദ്ധമാക്കിയിരിക്കുന്നു. അവിടെ എന്താണ് ഈ പരസ്പരം പെരുപ്പം നടിക്കലും പെരുമ കാണിക്കലും? എന്തിനെ തൊട്ടാണ് അശ്രദ്ധമാക്കുന്നത്? ഹത്താ സുർതുമുൽ മഖാബിർ എന്നതിൻ്റെ തേട്ടവും ആശയവും എന്താണ്? പെരുപ്പം കാണിക്കലും പെരുമ നടിക്കലും എന്താ? ഏത് വിഷയത്തിലാ? ഭൗതികമായി ഇവിടെ പരസ്പരം പെരുപ്പം കാണിക്കുക, പെരുമ നടിക്കുക എന്നുള്ളതാണ്. ഏത് വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല. അപ്പൊ ഏതെല്ലാം വിഷയങ്ങളിൽ പെരുപ്പം കാണിക്കുമോ പെരുമ നടിക്കുമോ അതൊക്കെ ഇവിടെ വിഷയമാണ്. ചിലർ സമ്പത്തിന്റെ വിഷയത്തിലായിരിക്കും, അല്ലെ, മാലിന്റെ വിഷയത്തിലായിരിക്കും. ചിലര്
ജാഹിൻ്റെ വിഷയത്തിലായിരിക്കും, സ്ഥാനമാനങ്ങളുടെ വിഷയത്തിലായിരിക്കും. ചിലർ സുൽത്താൻ എന്ന് പറഞ്ഞാൽ അധികാരത്തിൻ്റെ വിഷയമായിരിക്കും അല്ലേ. ചിലപ്പോൾ മറ്റു ചിലർ തങ്ങളുടെ ഖുവത്ത്, ശക്തിയുടെ വിഷയത്തിലായിരിക്കും അല്ലേ. ചിലർ തങ്ങളുടെ കുടുംബം, കബീല, ഗോത്രം അല്ലെങ്കിൽ നസബ്, കുടുംബം, ഈ വിഷയത്തിലൊക്കെ ആയിരിക്കും. ഇതിലൊക്കെ എന്തുണ്ടാവും? പെരുമ കാണിക്കുക, പരസ്പരം പിന്നെ പെരുമ നടിക്കുക എന്നുള്ള അവസ്ഥ ഉണ്ടാവും. സന്താനങ്ങളുടെ വിഷയത്തിൽ അപ്രകാരം. അതേപോലെ സന്തതികൾ, വലത്. ജാഹ് എന്ന് പറഞ്ഞ സ്ഥാനം, ഹക്ക്, ജാഹ്, ബർക്കത്ത് നാട്ടില് ജാഹ്. സുൽത്താൻ ആധിപത്യം, അധികാരം, ഖുവത്ത് ശക്തി, കബീല ഗോത്രം, നസബ് തറവാട്, ഇതിൻ്റെ ഒക്കെ വിഷയത്തിൽ എന്ത് ചെയ്യും? പരസ്പരം പെരുമ നടിക്കുക, പെരുപ്പം കാണിക്കുക, ഇത് ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല തകാസുർ നിങ്ങളെ അശ്രദ്ധമാക്കി എന്നാണ്. അൽഹാക്കും, അൽഹ എന്ന് പറഞ്ഞാൽ ലഹുവിൽ നിന്നാണ്. ലഹുവിൽ നിന്നാണ്. ലഹു പറഞ്ഞാൽ എന്താ? ലഹു എന്ന് പറഞ്ഞാൽ പിന്നെ അതൊരു തരം ശുഗലാണ്. പിന്നെ ഇമ്രുൽ ഖൈസിൻ്റെ മുഅല്ലഖയിൽ ഇമ്രുൽ ഖൈസ് പറയുന്നുണ്ട്, വമിസ്ലുകി ഹുബ്ല ഖദ് തറക്തു വമുർദിഉൻ ഫഅൽഹൈതുഹാ അൻ ദി തമാഇമ മുഹ്വലു എന്ന് പറയുന്നുണ്ട് അല്ലേ. നബി ഓർക്കില്ല. പിന്നെ അൽഹൈതു തഫ്സീറുകളിലൊക്കെ കാണാം ഈ അൽഹ എന്നുള്ളതിന് പിന്നെ അതിൻ്റെ അർത്ഥം ഇന്നതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇമ്രുൽ ഖൈസിൻ്റെ കവിത കൊണ്ടുവന്നത്. മനസ്സിലായോ? അവിടെ പിന്നെ ഇമ്രുൽ ഖൈസ് എന്നിട്ട് കാമുകിയുമായി ബന്ധപ്പെട്ട് പറയുന്ന വരികളാണ്. ഒമിസ്ലുക്കി ഹുബ്ല ഖദ് തറക്തു വമുർദിഉൻ, നിന്നെപ്പോലെ ഗർഭിണികൾ, അതേപോലെ തന്നെ മുലി കൂട്ടുന്ന സ്ത്രീകൾ, അവരുടെയൊക്കെ വീടിൻ്റെ കവാടം ഞാൻ മുട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അൽഹൈതുഹ, ഞാൻ അവളുടെ ശ്രദ്ധ തെറ്റിച്ചു എന്നാണ്. അവളുടെ ശ്രദ്ധയെ ഞാൻ തെറ്റിച്ചു എന്നാണ് ഇമ്രുൽ ഖൈസ് പറയുന്നത്. വിഷയം അത് വേറെയാണ്. ഏതായാലും ഇവിടെ അൽഹാക്കും എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ നിങ്ങളെ എന്താണ് പറയുക, ഈ പ്രജ്ഞാശൂന്യരാക്കി അല്ലെങ്കിൽ നിങ്ങളെ അശ്രദ്ധമാക്കി, ശഗലക്കും, നിങ്ങളെ അശ്രദ്ധമാക്കിയിരിക്കുന്നു. തക്കാസുർ എന്ന് പറഞ്ഞാൽ പിന്നെ പരസ്പരം പെരുമ കാണിക്കൽ, പെരുപ്പം നടിക്കൽ. പരസ്പരം പെരുമ കാണിക്കൽ ആളുകൾ, അതേപോലെ പിന്നെ പെരുപ്പം നടിക്കൽ, അത് സന്തതികളുടെ വിഷയത്തിലുണ്ട്, സമ്പത്തിൻ്റെ വിഷയത്തിലുണ്ട്, സ്ഥാനമാനങ്ങളുടെ വിഷയത്തിലുണ്ട്, അധികാരത്തിൻ്റെ വിഷയത്തിലുണ്ട്, ശക്തിയുടെ വിഷയത്തിലുണ്ട്, ഗോത്രത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വിഷയത്തിലുണ്ട്. ആയത്ത് അവതരിച്ച ചില ചരിത്ര സംഭവങ്ങൾ ഇവിടെ ശ്രദ്ധേയാണ്. ബനു അബ്ദു മനാഫും ബനു സഹമും. ബനു അബ്ദു മനാഫ്, ബനു സഹം, രണ്ട് ഗോത്രങ്ങൾ. ഇവിടെ നമ്മൾ ആ രണ്ട് ഗോത്രങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ബനു അബ്ദു മനാഫിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, ബനു സഹമിനെ കുറിച്ച് പറഞ്ഞിട്ട്. എപ്പോഴാണ് പറഞ്ഞേ? ഖുറൈഷ് ആരാണ് എന്ന് വിശദീകരിച്ചപ്പോൾ അവരിലെ ഉപഗോത്രങ്ങളെ പറഞ്ഞപ്പോൾ ബനു സഹമിനെ കുറിച്ചും പറഞ്ഞു, ബനു അബ്ദു മനാഫിനെ കുറിച്ചും പറഞ്ഞു. ഈ ബനു അബ്ദു മനാഫും ബനു സഹമും അവർ പരസ്പരം തങ്ങളുടെ ഗോത്രങ്ങളിൽ പിന്നെ നേതാക്കന്മാരും അതേപോലെ കാരണവന്മാരും കൂടുതൽ ആരാണ് എന്നതാണ് അവരുടെ വിഷയം. മനസ്സിലല്ലേ? അപ്പോൾ ബനു സഹം പറഞ്ഞ ഞങ്ങളാണ് കൂടുതൽ നായകന്മാരുള്ള ഗോത്രം. അപ്പോൾ ബനു അബ്ദു മനാഫ് പറഞ്ഞില്ല, ഞങ്ങളിലാണ് കൂടുതൽ നായകന്മാരും നേതാക്കന്മാരും. അപ്പം എന്നാൽ നമുക്കൊന്ന് എണ്ണാന്ന്. അപ്പോൾ എണ്ണി നോക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ കൂടുതലായിരിക്കാം ബനു അബ്ദു മനാഫിലാണ്. ബനു അബ്ദു മനാഫ് ഗോത്രത്തിൽ ജീവിച്ചിരിക്കുന്ന കുറേ നേതാക്കന്മാരുണ്ട്. അത്ര എണ്ണം എവിടെയല്ല, ബനു സഹമിലില്ല. അപ്പോൾ ബനു സഹം പറഞ്ഞു, എന്നാൽ ജീവിച്ചവരെ മാത്രം എണ്ണിയപ്പോൾ നമുക്ക് മക്ബറയിക്കുക, എന്നിട്ട് മരിച്ചവരി മരിച്ചവരി എണ്ണ. അങ്ങനെ മക്ബറയിൽ പോയി എണ്ണി നോക്കുമ്പോൾ ബനു സഹമിനാണ് കൂടുതൽ. അപ്പോൾ കാരണവന്മാരും ഗോത്ര നായകന്മാരും കുലപതികളും ആർക്കാണ് കൂടുതൽ? ഇത് ഗോത്രത്തിൻ്റെ പേരിൽ അവരതിൽ പെരുപ്പം കണ്ടിരുന്നു, പെരുമ നടിച്ചിരുന്നു.
അപ്പോൾ ബനു സഹ്മും ബനു അബ്ദു മനാഫും അതിൽ പെരുമ നടിച്ച് നിലവിലുള്ളവരെ എണ്ണി ബനു അബ്ദു മനാഫ് ജയിച്ച്. അപ്പോൾ പറഞ്ഞില്ല നമുക്ക് മക്ബറയ്ക്ക് പോകാം, എന്നിട്ട് അവിടെ ഒന്ന് എണ്ണ കബറുകൾ എണ്ണിയിട്ട് നോക്കിയപ്പോൾ ബനു സഹ്മിലാണ് കൂടുതൽ എണ്ണം, മനസ്സിലായത്. അപ്പോൾ ആ ഒരു പ്രവണത അവിടെ ഉണ്ടായിരുന്നു, അന്ന് നിലവിലുണ്ടായിരുന്നു. അത് ഗോത്രത്തിൻ്റെ പേരിൽ വളരെ അധികം ഉണ്ടായിരുന്നു, ഗോത്രങ്ങളുടെ പേരിൽ വളരെ അധികം ഉണ്ടായിരുന്നു. ബനുൽ ഹാരിസും അതേപോലെ തന്നെ ബനുൽ ഹർസും, രണ്ട് ഗോത്രങ്ങൾ അൻസാരികളിൽ മദീനത്ത്, അവർ ഇതേപോലെ ഗോത്രങ്ങളുടെ പേരിൽ പെരുമ നടിച്ച് അവരുടെ വിഷയത്തിൽ മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്ത് ഓതിയിട്ടുണ്ട്. ഈ രണ്ട് ഗോത്രങ്ങൾ, ഈ ഗോത്ര പെരുമ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക എന്നുള്ളത് അന്നത്തെ ഒരു വലിയ ചൊറിയാണ്, രോഗമാണ്. അപ്പം അത് അവർ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ സൂറത്ത് ഓതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞ ഈ സൂറത്ത് മദീനയിൽ അവതരിപ്പിച്ച സൂറത്താണ് എന്ന്. കാരണം അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു പ്രശ്നത്തിൽ അവർക്ക് ഓതി കൊടുത്തത് അത് കേട്ടപ്പോൾ അവർ വിചാരിച്ച് സൂറത്ത് ഇറങ്ങിയത് മദീനയിലാണെന്നാണ്. യഥാർത്ഥത്തിൽ മദീനയിലല്ല, സൂറത്ത് തുടക്കത്തിൽ ഇറങ്ങിയത് മക്കയിൽ തന്നെയാണ്. ഏതായാലും പിന്നെ അതേപോലെ ജൂതരുടെ വിഷയത്തിലാണ് സൂറത്ത് ഇറങ്ങിയത് എന്ന് തഫ്സീറുകളിൽ കാണാം. കാരണം ജൂതർക്കും അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ജൂതർ ബനു ഖുറൈദ, ബനു നദീർ, ബനു ഖൈനുക അങ്ങനെ ഗോത്രങ്ങളാണ്. അവരും എന്തുണ്ടായിരുന്നു, അവർക്കിടയിലും ഈ പെരുമ കാണിക്കലും അതേപോലെ പൊങ്ങച്ച പ്രകടനവും നന്നായിട്ടുണ്ടായിരുന്നു, മനസ്സിലായില്ലേ. പിന്നെ അത് കാരണത്താൽ അവരുടെ വിഷയത്തിലാണ് സൂറത്ത് ഇറങ്ങിയത് എന്നും മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. വേദക്കാരുടെ വിഷയത്തിലാണ് ഇത് ഇറങ്ങിയത്, ജൂതരുടെ വിഷയത്തിലാണ് ഇറങ്ങിയത് എന്നൊക്കെ തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക വിഷയങ്ങളിൽ, ലൗകികമായ കേവല ഭൗതിക വിഷയങ്ങളിൽ പരസ്പരം പെരുമ കാണിക്കുക, പെരുപ്പം നടിക്കുക എന്നുള്ളത് മനുഷ്യന്മാരുടെ ഒരു ദുർഗുണാണ്. അത് ജൂതരിൽ ഉണ്ടായിട്ടുണ്ട്, വേദക്കാരിൽ പൊതുവിലുണ്ടായിട്ടുണ്ട്, അൻസാരികളിൽ ഉണ്ടായിട്ടുണ്ട്, മക്കത്തിൽ ഉണ്ടായിരുന്ന ഗോത്രക്കാരിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് ഇറക്കിയത് അവരെ കൈകാര്യം ചെയ്യാനും ഈ സ്വഭാവം ആർക്കൊക്കെ ഉണ്ടോ അവരൊക്കെ ചികിത്സിക്കാനും ട്രീറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിനെ ഇറക്കിയിട്ടുള്ളത്. ഈ ഒരു ഗോത്രം ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് അൻഫുന്നാക്ക എന്നാണ്. അൻഫുന്നാക്ക എന്താ അൻഫുന്നാക്ക പറഞ്ഞാൽ? അൻഫ് പറഞ്ഞാൽ എന്താ അർത്ഥം? മൂക്ക്. നാക്കത്ത് പറഞ്ഞാലോ ഒട്ടകം. ഇതിൻ്റെ അർത്ഥം എന്താ? ഇപ്പം അൻഫുന്നാക്ക പറഞ്ഞാൽ ഒട്ടകത്തിൻ്റെ മൂക്ക്. ഇതൊരു ഗോത്രത്തിൻ്റെ പേരാണ്. ഒട്ടകത്തിൻ്റെ മൂക്ക് എന്നൊരു ഗോത്രത്തിന് പേരാകുമ്പോൾ ആ ഗോത്രത്തിന് ഒരു പച്ചെന്നു അല്ലേ. അപ്പം ഈ പേര് അവർക്ക് ഉണ്ടായി എന്നത് കാരണത്താൽ അവരെ ഭയങ്കരമായിട്ട് പരിഹസിക്കുന്ന, കുറവാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. പക്ഷേ അന്ന് സാഹിത്യകാരന്മാർക്കും കവികൾക്കും നല്ല സ്വാധീനമാണ്. അപ്പോൾ ഒരു കവി എന്ത് ചെയ്ത് ഈ ഗോത്രക്കാരെ രക്ഷപ്പെടുത്തി. എങ്ങനെ? അയാളൊരു കവിത ചൊല്ലി, ഖൗമുൻ ഹുമുൽ അംഫ് വൽ അദ്നാബു ദൂനഹുമു വമൻ യുസവ്വി അൻഫന്നാഖതി ദനബ എന്നാണ് അയാൾ പറഞ്ഞ കവിത. അയാൾ പറഞ്ഞെന്താ? കവി പറഞ്ഞത് ഖൗമുൻ ഹുമുൽ അംഫ്, ഒരു വിഭാഗം അവർ മൂക്കാണ്, വൽ അദ്നാബു ദൂനഹുമു, ബാക്കിയുള്ളവരൊക്കെ വാലാണ്. വമൻ യുസാവി അനഫന്നാഖതി ദനബ, ആരാണ് ഒട്ടകത്തിന്റെ വാലിനെ അതിന്റെ മൂക്കിനോട് തുല്യപ്പെടുത്തുക? ഒട്ടകത്തിന്റെ വാലും മൂക്കും ഒരുപോലെ ആകുമോ? ഇല്ല. ഒരു വിഭാഗം മൂക്കാണ്, ബാക്കിയുള്ളവരൊക്കെ ഒട്ടകത്തിന്റെ വാലാണ്. ഒട്ടകത്തിന്റെ വാലും മൂക്കും ഒരുപോലെ ആവില്ല എന്ന് ഒരു കവിത പറഞ്ഞതോടുകൂടി ഈ ഗോത്രം ഏറ്റവും വലിയ ഗോത്രമായി എന്നാണ്. ഇവർക്ക് സ്വാധീനം കൂടി അവരെ എല്ലാവരും അംഗീകരിക്കുകയുണ്ടായി എന്നാണ് പറഞ്ഞു വരുന്നത്. എന്താ വെച്ചാൽ ഈ ഗോത്രത്തിൻ്റെ പേരിൽ, കുടുംബത്തിൻ്റെ പേരിലൊക്കെയുള്ള ഈ പൊങ്ങച്ച പ്രകടനവും അതേപോലെ തന്നെ ഈ പെരുമ കാണിക്കലും നടിക്കലൊക്കെ ആളുകളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വിഷയത്തിലാണ് ഈ ആയത്തുകൾ ഇറങ്ങുന്നത്. അൽഹാകുമുത് തകാസുർ, പരസ്പരം തകാസുർ എന്നാണ് പരസ്പരം പെരുമ കാണിക്കൽ നിങ്ങളെ അശ്രദ്ധമാക്കി എന്നാണ്, പ്രജ്ഞാശൂന്യരാക്കി എന്നാണ്. ഏതിനെ തൊട്ട് അശ്രദ്ധമാക്കി? അശ്രദ്ധമാക്കിയത്? ഭൗതിക വിഭവങ്ങൾ നമുക്ക് നൽകിയത് എന്തിനാ? സമ്പത്ത് എന്തിനാ? സന്തതികൾ എന്തിനാ? ജാഹും സുൽത്താനും ഖുവ്വത്തും കബീൽ, ഇതൊക്കെ എന്തിനാ? പരലോകം നേടാനാണ്. പരലോകം നഷ്ടപ്പെടാനല്ല.
പരലോകം നഷ്ടപ്പെടാനല്ല. അപ്പൊ നേടേണ്ടത് പരലോകമാണ്. പക്ഷെ ആ പരലോകത്തെ തൊട്ടാണ് എന്ത് ചെയ്തത്? അശ്രദ്ധമാക്കിയത്. അൽഹാക്കും അത്തക്കാസുർ, തക്കാസുർ പരലോകം നേടുന്നതിനെ തൊട്ട് നിങ്ങളെ അശ്രദ്ധമാക്കിയിരിക്കുന്നു. ഹത്താ സുർത്തുമുൽ മഖാബിർ, മഖ്ബറകൾ നിങ്ങൾ സന്ദർശിക്കുവോളം എന്നാണ്. അവിടെ ഒരു വിഭാഗം മുഫസ്സിരീങ്ങൾ പറഞ്ഞത്, ചിലര് മഖ്ബറകൾ വരെ സന്ദർശിച്ചിട്ടുണ്ട്. ഏതിന്റെ പേരിൽ? തക്കാസുറിന്റെ പേരിൽ. പരസ്പരം പെരുമ കാണിച്ച് പെരുമ നടിച്ചിട്ട് എവിടെ വരെ പോയിട്ടുണ്ട്? മഖ്ബറകളിൽ വരെ പോയിട്ടുണ്ട്. അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞത് ബനു അബ്ദു മനാഫും ബനു സഹ്മു ഗോത്രവും ബനു സഹ്മു ഗോത്രവും ബനു സഹ്ം എന്ന് പറഞ്ഞാൽ അംബർബുൽ ആസ്, ആസ് ഇബ്നു വാഇൽ, അംബർബുൽ ആസ്, ഇവരൊക്കെ സഹ്മികളാണ്, അവരുടെ ഗോത്രം. അപ്പോൾ ഈ കബറിടങ്ങൾ സന്ദർശിച്ച് മഖ്ബറകൾ സന്ദർശിച്ചിട്ട് വരെ എന്ത് ചെയ്യുന്നുണ്ട്? കബറുകൾ എണ്ണി, നേതാക്കന്മാരെ എണ്ണി, കുലപതികളെ എണ്ണി, ഞങ്ങൾക്കാണ് കൂടുതൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അവർ മഖ്ബറുകൾ വരെ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ അവതരണ പശ്ചാത്തലത്തെ മുഖവിലക്കെടുത്താൽ അൽഹാക്കുമുത്തകാസുർ, പരസ്പരം പെരുമ കാണിക്കൽ നിങ്ങൾ അശ്രദ്ധമാക്കി, ഹത്താ സുർത്തുമുൽ മഖാബിർ, മഖ്ബറുകൾ സന്ദർശിക്കുന്നത് വരേക്കും നിങ്ങളുടെ എന്ത് പൊങ്ങച്ച പ്രകടനം അല്ലെങ്കിൽ പെരുമ നടിക്കൽ എത്തിയിട്ടുണ്ട് എന്നർത്ഥം. ഹത്താ സുർത്തുമുൽ മഖാബിർ, മഖ്ബറുകൾ സന്ദർശിക്കുന്നത് വരേക്കും നിങ്ങളുടെ തകാസുർ എത്തിയിട്ടുണ്ട്. അതാണ് അവരത് പറഞ്ഞ വ്യാഖ്യാനം. ആ വ്യാഖ്യാനം ശരിയാണ്. പക്ഷെ കൂടുതൽ ശരി, ഇത് കേവലം ഒരു ഗോത്രത്തിൻ്റെയോ ഒരു കുടുംബത്തിൻ്റെ പേരിൽ മാത്രം പരിമിതമല്ല. പലർക്കും ഈ അസുഖമുണ്ട്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ ഈ രോഗമുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യന്മാരുടെ ഈ തകാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ, മരണം വരിച്ച് മഖ്ബറകൾ സന്ദർശിക്കുന്നത് വരേക്കും മനുഷ്യന്മാരിൽ തുടരുകയാണെന്ന് അർത്ഥം. അപ്പോൾ ഭൗതിക ജീവിതം മുഴുവൻ മരിക്കുന്നത് വരേക്കും ഈ തകാസുർ, പരസ്പരം പെരുപ്പം നടിക്കുക എന്നുള്ളതായ ദുർഗുണം മനുഷ്യരെ വ്യാപൃതമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അവിടെ രണ്ടാമത് പറയുന്ന നിർവചനം. പറഞ്ഞത് മനസ്സിലായോ? എന്താ രണ്ടാമത് പറഞ്ഞത്? ഹത്താ സുർത്തുമുൽ മഖാബിർ എന്ന് പറഞ്ഞാൽ മരിച്ച് മഖ്ബറകളിൽ സന്ദർശകരാകുന്നത് വരേക്കും ഈ തകാസുർ നിങ്ങളെ പരലോകത്തെ തൊട്ട് അശ്രദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഒരു സിയാറത്തുൽ മഖ്ബറ ഉണ്ടല്ലോ, ആ ഒരു മസല ഇവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് അവസാനം പറയാം. ഒരു പ്രധാനപ്പെട്ട ഭാഗമാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കല്ല സൗഫ തഅലമൂൻ സുമ്മ കല്ല സൗഫ തഅലമൂൻ. കല്ല, കല്ല എന്ന് പറഞ്ഞാൽ എന്താ? കല്ല എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഹക്കൻ എന്ന അർത്ഥത്തിൽ, യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ കല്ല എന്ന് പറഞ്ഞാൽ മുൻ ധാരണയെ തിരുത്തി വസ്തുത പിന്നീട് പറയുക എന്നുള്ളതാണ്. അതിനാണ് റദഇന്റെയും സജറിന്റെയും കല്ല എന്നാണ് അതിന് അറബി വ്യാകരണത്തിൽ പറയാം, ഭാഷയിൽ പറയാം. അതായത് കല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ തകാസുർ, പെരുമ കാണിക്കൽ, അത് വേണ്ട. നിങ്ങളുടെ അശ്രദ്ധമാകൽ, അതും വേണ്ട. അതാണ് കല്ല. നിങ്ങളുടെ ഈ പെരുമ കാണിക്കലും വേണ്ട, അങ്ങനെ അശ്രദ്ധമാകുക എന്നുള്ളതും വേണ്ട. കല്ല. സൗഫ തഅലമൂൻ. എന്താ സൗഫ തഅലമൂൻ? സൗഫ എന്ന് പറഞ്ഞാൽ വഴിയെ, തസ്വീഫിന്റെ സൗഫ, വഴിയെ, തഅലമൂൻ നിങ്ങൾ അറിയും, നിങ്ങൾ അറിയും. സുമ്മ, സുമ്മ പിന്നെയും, അത്തഫിന്റെ സുമ്മ തർത്തീബിന് വേണ്ടി, സുമ്മ പിന്നെയും. കല്ല എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ തലഹി, അശ്രദ്ധമാകലും, തകാസുർ പെരുമ നടിക്കലും അത് വേണ്ട. സൗഫ തഅലമൂൻ നിങ്ങൾ വഴിയെ അറിയും. സൗഫ തഅലമൂൻ നിങ്ങൾ വഴിയെ അറിയും എന്നാണ് ഇവിടെയും പറഞ്ഞത്. സൗഫ തഅലമൂൻ നിങ്ങൾ വഴിയെ അറിയും എന്ന്. എന്തറിയും? എന്തറിയും? എന്താണ് അറിയാ? ഈ തകാസുർ അപകടകരമായിരുന്നു എന്നുള്ളത് അറിയും. ഇതിന്റെ യാഥാർത്ഥ്യം എന്ത് എന്നുള്ളത് അറിയും. അതേപോലെ അശ്രദ്ധമായില്ലേ, ആ അശ്രദ്ധമായത് അപകടമായിരുന്നു, മൗഢ്യമായിരുന്നു എന്നുള്ളതും നിങ്ങൾ അറിയും എന്നുള്ളതാണ്. അതാണ് കല്ല സൗഫ തഅലമൂൻ വഴിയെ നിങ്ങൾ അറിയും.
തകാസുറിൻ്റെ യാഥാർത്ഥ്യം, ഹഖീഖത്ത് എന്ത് എന്നുള്ളത്. തകാസുർ കാരണത്താൽ നിങ്ങൾ അശ്രദ്ധരായി പരലോകത്തെ തൊട്ട്. അതിനാലുള്ള അപകടവും മൗഢ്യവും അത് വഴിയെ നിങ്ങൾ അറിയും. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. സുമ്മ പിന്നെ കല്ലാ സൗഫ തഅലമൂൻ. ഇതേപോലെ തന്നെ ആശയം ഇവിടെ കല്ലാ സൗഫ തഅലമൂൻ, സുമ്മ കല്ലാ സൗഫ തഅലമൂൻ 2 തവണ വന്നു അല്ലേ? അതെന്തിനാണ് 2 തവണ പറഞ്ഞത്? എന്തിനാണ് 2 തവണ പറഞ്ഞത്? ഒരു വിഭാഗം പറഞ്ഞത് കല്ലാ സൗഫ തഅലമൂൻ എന്നതിൻ്റെ അതേ ആശയം തന്നെയാണ് ഇവിടെ. അപ്പോൾ ഒരായത്ത് പറഞ്ഞതിനെ ഈ ആയത്ത് ഒന്നുകൂടി ശക്തിപ്പെടുത്താനാണെന്നാണ് പറഞ്ഞത്. ഇമാം അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു, അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് കല്ലാ സൗഫ തഅലമൂൻ. കല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അശ്രദ്ധമാകണ്ട, നിങ്ങൾ പെരുമ കാണിക്കണ്ട. സൗഫ തഅലമൂൻ, നിങ്ങൾ അറിയാൻ പോകുന്നുണ്ട് ഈ പെരുമ നടിക്കുന്നതിൻ്റെ അപകടം, അശ്രദ്ധമാകുന്നത് വേണ്ടായിരുന്നു, അത് മൗഢ്യമാണ് എന്നുള്ള കാര്യം. എവിടെ? ഫിൽ ഖബർ, ഖബറിൽ വെച്ച്. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, ഈ തഅലമൂൻ നിങ്ങൾ അറിയുമെന്നുള്ളത് എവിടെ? അത് പരലോകത്ത്. അപ്പോൾ ഖബറിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ പണി തകാസുർ അതിൻ്റെ വസ്തുത എന്ത് എന്നുള്ളത്. അതിനാലുണ്ടായ അശ്രദ്ധമാകൽ, അതിൻ്റെ അപകടം, അത് ഖബറിൽ വെച്ച് നിങ്ങൾ അറിയും. സുമ്മ പിന്നീട് കല്ലാ സൗഫ തഅലമൂൻ എന്നാണ്. അതെവിടെ വെച്ച്? ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വിചാരണയുടെ വേദിയിൽ പരലോകത്തെത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചറിയും എന്നുള്ളത്. അതാണ് ഒരു വജീഹായ നല്ല ഒരു തഫ്സീർ. കേവലം ആശയം ശക്തിപ്പെടുത്തുക എന്നുള്ളതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ 2 തവണ ആവർത്തിച്ച ആയത്ത് കൊണ്ടുവന്നപ്പോൾ അതിലൊരു ഹിക്മത്തുണ്ട്, ഒരു പൊരുളുണ്ട്. ആ പൊരുൾ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് ഇപ്രകാരമാണ്. ഈ സൗഫ തഅലമൂൻ എന്നുള്ളത് എവിടെ വെച്ചറിയുന്നതാണ്? ഖബറിൽ വെച്ചറിയും. ഇവിടെ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ എന്ന് പറഞ്ഞാൽ എവിടെ വെച്ചറിയും? അത് പരലോകത്ത് വെച്ചറിയും. 2 വേദികളാണ് മരണാനന്തരം മനുഷ്യർക്കുള്ളത്, വിചാരണക്ക്. ഒന്ന് മനുഷ്യന്റെ ബർസഖാണ്, മരിച്ചു ഉയർത്തെഴുന്നേൽക്കുന്നത് വരെയുള്ള കാലഘട്ടം. മറ്റൊന്ന് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള കാലഘട്ടം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 വിചാരണയുടെ വേദിയായും ഇവിടെ അനുസ്മരിക്കണം. കല്ലാ സൗഫ തഅലമൂൻ ഫിൽ ഖബർ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ ഫിൽ മഹ്ശർ. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയാണ് കല്ലാ. കല്ല എന്ന് പറഞ്ഞാൽ എന്താ? കല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ഹക്കൻ എന്ന അർത്ഥം പറഞ്ഞാലും അതല്ല. കല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നിങ്ങൾ പരസ്പരം പെരുമ നടിക്കണ്ട, നിങ്ങൾ പരസ്പരം പൊങ്ങച്ചം നടിച്ച് അല്ലെങ്കിൽ പെരുപ്പം നടിച്ച് നിങ്ങൾ അശ്രദ്ധമാകണ്ട. ലൗ തഅലമൂൻ ഇൽമൽ യഖീൻ. ലൗ തഅലമൂൻ, എന്താ ലൗ തഅലമൂൻ? നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. ലൗ തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. ഇൽമൽ യഖീൻ, എന്താ ഇൽമുൽ യഖീൻ? യഖീനിന്റെ ഇൽമ് എന്നാണ്. യഖീനിന്റെ ഇൽമ്. ഇൽമ് പറഞ്ഞാൽ എന്താ? ഇൽമ് പറഞ്ഞാല് അറിവാണ്. യഖീൻ പറഞ്ഞാലോ? യഖീൻ പറഞ്ഞാൽ യഖീൻ പറഞ്ഞാൽ ദൃഢമായ അറിവാണ്, ദൃഢമായ അറിവ്. ഇൽമ് അറിവാണ്, യഖീനും അറിവാണ്. ഇൽമും അറിവിന്, യഖീനും അറിവിന് പ്രയോഗിക്കുന്നതാണ്. പക്ഷേ യഖീനിൽ ആശയം കൂടുതലുണ്ട്. ഇത് അറിവാണെങ്കിൽ ഇത് ദൃഢമായ അറിവാണ്, ഉറച്ച അറിവാണ്. അപ്പോൾ ഇതിൽ ആശയം കൂടുതലാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് യഖീനിനെ ഇൽമിലേക്ക് ഇളാഫത്ത് ചെയ്ത് എന്തിന്? ഇതിൽ രണ്ടും ഒരേ ആശയത്തിലാണെങ്കിലും ഇതിൽ ആശയം കൂടുതലുണ്ട് എന്നുള്ളത് അറിയിക്കാൻ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഒരു പദത്തെ മറ്റൊരു പദത്തോട് ഇളാഫത്ത് ചെയ്ത് ചേർത്ത് പറയും. അപ്പോൾ ലൗ തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. ഇൽമുൽ യഖീൻ എന്താ? ദൃഢമായ അറിവ് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. ദൃഢമായ അറിവ് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. ലൗ എന്നുള്ളത് ഷർത്താണ് അല്ലേ? എങ്കിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ദൃഢ ജ്ഞാനം,
നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ എന്നാണ് അള്ളാഹു പറയുന്നത്. ഉണ്ടായിരുന്നുവെങ്കിൽ എന്താണ്? എന്താ? പെരുമ നടിച്ച് അശ്രദ്ധയിലായി പരലോകം നിങ്ങൾ നഷ്ടപ്പെടുത്തുമായിരുന്നില്ല. പരലോകം നിങ്ങൾ നഷ്ടപ്പെടുത്തുമായിരുന്നില്ല. അപ്പൊ ഈ ലൗ തഅലമൂൻ എന്ന ഷർത്തിന്റെ ജവാബ് മഹദൂഫാണ്. ജവാബ് മഹദൂഫാണ്, അതവിടെ കളയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ലൗ തഅലമൂന ഇൽമൽ യഖീൻ, ദൃഢമായ ജ്ഞാനം അത് നിങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും തകാസുറിനാൽ പ്രജ്ഞാശൂന്യരായി അശ്രദ്ധരായി നിങ്ങൾ നിങ്ങളുടെ പരലോകത്തെ നഷ്ടപ്പെടുത്തുമായിരുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ പരലോകത്തെ നഷ്ടപ്പെടുത്തുമായിരുന്നില്ല. ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ. ലതറവുൻ, അവിടെ ല എന്നുള്ളത് ലാമുൽ ഖസമാണ്. ലാമു തൗതിയലിൽ ഖസം എന്ന് പറഞ്ഞാൽ ഈ ലാം അറിയിക്കുന്നതിൻ്റെ മുമ്പിലൊരു വല്ലാഹി ഉണ്ട് എന്നുള്ളതാണ്. റഹ്മത്തുള്ളാഹി വല്ലാഹി ലതറവുന്നൽ ജഹീം എന്നാണ്. എന്താ ഇവിടെ തറ എന്ന് പറഞ്ഞെന്താ? തറ എന്ന് പറഞ്ഞെന്താ? നീ കാണുന്നതാണ്. ഇവിടെ ലതറൗ എന്നാണ്. പിന്നെ തൗക്കീദിന്റെ നൂനും വന്ന് തറൗന, അതിലേക്കാണ് ഈ നൂനെ ഇദാഫത്ത് ചെയ്യണത്. അപ്പോൾ ഫെയിലിന്റെ നൂന് ഇവിടെ കളഞ്ഞിട്ട് തറൗന്ന എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കാണുക തന്നെ ചെയ്യുന്നതാണ്. ഇത് തൗക്കീദിന്റെ നൂനാണ്. ലതറവുന്ന, നിങ്ങൾ കാണുക തന്നെ ചെയ്യും എന്നാണ്. നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അവിടെ ഈ ലാമ് വന്നപ്പോൾ വല്ലാഹി ലതറവുന്ന എന്നാണ്. അള്ളാഹുവാണ് സത്യം, നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അതാണ് ലതറവുൻ, നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ലാമ് വന്നപ്പോൾ ഈ വല്ലാഹി എന്നുള്ള ഖസം അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. വല്ലാഹി ലതറവുൻ, അള്ളാഹുവാണ് സത്യം, നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ആരെ കാണും? അൽ ജഹീം. ജഹീം ജഹീം എന്നാണ് നരകാണ്. നരകം, നരകത്തിന്റെ ഒരു പേരാണ് ജഹീം. ജഹന്നം, ജഹീം, സഖർ എന്നൊക്കെ പറയുന്നത് പോലെ ജഹീം പേര്. ലതറവുന്നൽ ജഹീം, അള്ളാഹുവാണ് സത്യം, നിങ്ങൾ ജഹീമിനെ കാണുക തന്നെ ചെയ്യും. സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ, സുമ്മ പിന്നെയും, ലതറവുന്നഹ അള്ളാഹുവാണ് സത്യം, നിങ്ങൾ അതിനെ കാണുക തന്നെ ചെയ്യും. ലതറവുന്നഹ എന്നാണ്, ഹ എന്നുള്ളത് ജഹീം. ലതറവുന്നഹ, നിങ്ങൾ ആ ജഹീമിനെ കാണുക തന്നെ ചെയ്യും. വല്ലാഹി അവിടെ ഉണ്ട്. എന്തുകൊണ്ടാണ് വല്ലാഹി ഉണ്ട് എന്ന് പറഞ്ഞത്? ഈ ലാമ് ഇവിടെ ഉള്ളതുകൊണ്ട്. വല്ലാഹി ലതറവുന്നഹ, നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ഐനൽ യഖീൻ, ഐനൽ യഖീൻ എന്താ? ഐനൽ യഖീൻ, ഐനുൽ യഖീൻ എന്ന് പറഞ്ഞാൽ യഖീനിന്റെ ഐനിനാൽ, യഖീനിന്റെ ഐൻ, ഐനാണ് കണ്ണ്. കണ്ണ് യഖീൻ എന്ന് പറഞ്ഞാല് ദൃഢജ്ഞാനം. ഐനുൽ യഖീൻ, ഐനുൽ യഖീനിനാൽ നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളോട് പറയാണ് ലതറവുന്നൽ ജഹീം, ജഹീമിനെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും എന്ന്. ഈ ജഹീമിനെ കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. മനസ്സിലല്ലേ? മനുഷ്യരോട് പറയാണ്, അതായത് തകാസുർ, പരസ്പരം പെരുമയും പൊങ്ങച്ചവും പെരുപ്പവും നടിക്കുന്ന മനുഷ്യരെ പരലോകത്തൊട്ട് അശ്രദ്ധാക്കിയിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള ആ മനുഷ്യർ, അവരോട് അള്ളാഹു പറയാണ്
നിങ്ങൾ ജഹീമിനെ കാണുന്നു. ജഹീമിനെ നിങ്ങൾ കാണും. ജഹീമിനെ കാണൽ എങ്ങനെയാണ്? അന്ത്യനാളിൽ അള്ളാഹു ജഹീമിനെ കൊണ്ടുവരും. അന്ത്യനാളിൽ അള്ളാഹു ജഹീമിനെ കൊണ്ടുവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പിന്നെ ജഹന്നമിനെ കൊണ്ടുവരുന്നതാണ്. ആളുകൾ മഹ്ശറ വൻസഭയിൽ നിൽക്കുമ്പോൾ ജഹന്നമിനെ കൊണ്ടുവരും. 70,000 സിമാമുകളിൽ, കയറുകളിലായിരിക്കും, കടിഞ്ഞാണുകളിലായിരിക്കും ജഹന്നം കൊണ്ടുവരപ്പെടുക. ഓരോ സിമാമിലും 70,000 മലക്കുകളായിരിക്കും ഈ ജഹന്നമിനെ വഹിക്കുക. മനസ്സിലല്ലേ? വജീഅ യൗമഇദിൻ ബി ജഹന്നം, അന്നേ ദിവസം ജഹന്നമിനെ കൊണ്ടുവരപ്പെടും എന്നാണ്. എന്നാ ദിവസം? അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫജ്റിൽ പറഞ്ഞില്ലേ, കല്ലാ ഇദാ ദുക്കത്തിൽ അർദു കല്ലാ ഇദാ ദുക്കത്തിൽ കല്ലാ ഇദാ ദുക്കത്തിൽ അർദു ദക്കൻ ദക്ക വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫ വജീഅ ബി ജഹന്നം വജീഅ യൗമഇദിൻ ബി ജഹന്നം യൗമഇദി യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റ വജീഅ യൗമഇദിൻ ബി ജഹന്നം. ആ ദിവസം ജഹന്നം കൊണ്ടുവരപ്പെടുന്നതാണ്. ആ ജഹന്നമിനെ കൊണ്ടുവരുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ച്. ജഹന്നമിനെ കൊണ്ടുവരുമ്പോൾ ജഹന്നമിന് സഫീർ ഉണ്ടായിരിക്കും, ചൂളം വിളി. അതേപോലെ തന്നെ ജഹന്നമിന് ഷഹീഖ് ഉണ്ടായിരിക്കും. ജഹന്നമിന് ഒരു തരം ശബ്ദം പുറപ്പെടുവിക്കൽ, അട്ടഹാസം. അപ്പോൾ ആ സന്ദർഭത്തെ അതാണ് ലതറവുന്നൽ ജഹീം, ജഹീമിനെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അള്ളാഹുവാണ് സത്യം. സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ, പിന്നീട് നിങ്ങൾ ജഹന്നമിനെ കാണുക തന്നെ ചെയ്യും യഖീനായ ഐനിനാൽ എന്നാണ്. യഖീനായ ഐനിനാൽ. പണ്ഡിതന്മാർ ഈ പിന്നെ മറാത്തിബുൽ ഇൽമ്, ഇൽമിൻ്റെ അറിവിൻ്റെ മർത്തബകൾ 3 പറഞ്ഞിട്ടുണ്ട്. മറാത്തിബുൽ ഇൽം, അറിവിൻ്റെ മർത്തബകൾ. ഒന്ന് ഇൽമുൽ യഖീനാണ്, മറ്റൊന്ന് ഐനുൽ യഖീനാണ്, പിന്നൊന്ന് ഹഖുൽ യഖീനാണ്. അറിവിന് 3 മർത്തബകളാണ്, 3 പദവികളാണ്. അറിവ് ഒരാൾ നേടുന്നതിന് 3 മർത്തബകളാണ്, പദവികളാണ്. ഒന്ന് ഇൽമുൽ യഖീൻ, മറ്റൊന്ന് ഐനുൽ യഖീൻ, മറ്റൊന്ന് ഹഖുൽ യഖീൻ. ഇൽമുൽ യഖീൻ എങ്ങനെ കിട്ടുകയെന്നറിയോ? ഇൽമുൽ യഖീൻ അത് ദലായിലുകൾ കൊണ്ടാണ്, തെളിവുകൾ കൊണ്ടാണ്. തെളിവുകൾ കൊണ്ട് ലഭിക്കുന്ന അറിവിനാണ് ഇൽമുൽ യഖീൻ എന്ന് പറയാം. ഐനുൽ യഖീൻ അത് മുശാഹദത്ത് കൊണ്ടാണ്, ദർശിക്കുന്നത് കൊണ്ട്, കാണുന്നത് കൊണ്ട്, കണ്ണുകൊണ്ട് കണ്ട് നേടുന്ന അറിവിനാണ് എന്ന് പറയാം ഐനുൽ യഖീൻ എന്ന് പറയാം. ഹഖുൽ യഖീൻ മുഖാലത്ത കൊണ്ടാണ്. മുഖാലത്ത എന്ന് പറഞ്ഞാൽ പിന്നെ അനുഭവിച്ച് ഇടപെട്ട്. ജഹന്നമിൻ്റെ വിഷയത്തിൽ അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദുബില്ലാഹ്, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. നമുക്കൊക്കെ ഇൽമുൽ യഖീൻ ഉണ്ട്. ജഹന്നമിൻ്റെ വിഷയത്തിൽ നമുക്ക് ഇൽമുൽ യഖീൻ ഉണ്ട്. എന്തുകൊണ്ട്? നമുക്ക് തെളിവുകൾ എത്തിയിട്ട്, നമ്മളാരും നരകത്തെ കണ്ടിട്ടില്ല, തെളിവുകൾ നമുക്കുണ്ട്, ജഹന്നമുണ്ട് എന്നുള്ളതിനുള്ള തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇൽമുൽ യഖീൻ നമുക്കുണ്ട്. അന്ത്യനാളിൽ ജഹന്നമിനെ കൊണ്ടുവരുമ്പോൾ സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ, ഐനുൽ യഖീൻ കൊണ്ട് കാണുന്നതാണ്. അതെങ്ങനെ? ജഹന്നമിനെ മുശാഹദത്തിലൂടെ കാണുകയാണ്. മുശാഹദത്താണ്, ജഹന്നമിനെ മുശാഹദത്താണ്, കാണുകയാണ്. അപ്പൊ കണ്ടിട്ടുണ്ടാകുന്ന അറിവാണ് എന്ത്? ഐനുൽ യഖീൻ. സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ. അവിശ്വാസികൾ നരകത്തിൽ കൂപ്പുകുത്തും, ചെന്ന് പതിക്കും. അപ്പം ഉണ്ടാകുന്ന അറിവെന്താ? അതാണ് ഹഖുൽ യഖീൻ. മുഖാലത്തയിലൂടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്, മുഖാലത്തയിലൂടെ. ഇങ്ങനെ ഇൽമിന് 3 മർത്തബകളുണ്ട് എന്നാണ് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നത്. ഷെയ്ഖ് അഹ്മദുൽ അമീൻ അഷ്ശൻഖീതി അദ്വാഉൽ ബയാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഈ മർത്തബകളെ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇൽമിൻ്റെ മർത്തബകൾ ഈ രീതിയിലാണ്. അത് പിന്നെ സംസമിനെ കുറിച്ച് നമുക്കറിയാം. സംസം അതിൻ്റെ പിന്നെ വിഷയങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, തെളിവുകൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൽമുൽ യഖീൻ ഉണ്ട്. സംസം നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? നമുക്ക് ഐനുൽ യഖീൻ, സംസം വെള്ളം, അതിൻ്റെ കിണർ, കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഐനുൽ യഖീൻ നമുക്കുണ്ടാവും. സംസം കുടിച്ചാൽ
നമ്മൾ നിർവൃതി അടയും, നമുക്ക് ആശ്വാസമാകും. അപ്പം നമുക്ക് ഹക്കുൽ യഖീൻ ഉണ്ടാകും. മനസ്സിലായില്ലേ? ഇങ്ങനെ ഇൽമിന് 3 മർത്തബകളാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ ഈ ഇൽമുൽ യഖീൻ, ഐനുൽ യഖീൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിലൂടെ മനസ്സിലാക്കാനുള്ളത്. ഏതായാലും ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. സുമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കേവലം ഒരു ജുംലയെ മറ്റൊരു ജുംലയോട് ഘടിപ്പിക്കാനുള്ള ഒരു അത്ഫിന്റെ അദാത്ത് മാത്രമാണ്. സുമ്മ ലതുസ്അലുൻ എന്താ? നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. ല വന്നതുകൊണ്ട് എന്ത് അർത്ഥം പറയണം? വല്ലാഹി ലതുസ്അലുൻ, വല്ലാഹി ലതുസ്അലുൻ, അല്ലാഹുവാണേ നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. അവിടെ തുസ്അലുന്ന എന്നാണ്. തുസ്അലൂൻ നിങ്ങൾ ചോദിക്കപ്പെടും. അതിലേക്ക് നൂനു തൗക്കീദ് ചേർത്ത്, അപ്പോൾ ക്രിയയിലുള്ള വാവും നൂനും പോയി തുസ്അലുന്ന എന്ന് പറഞ്ഞു. നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. യൗമഇദിൻ, യൗമഇദിൻ അന്നേ ദിവസം, അന്നേ ദിവസം. യൗമഇദ് ആ ദിവസം. ഏത് ദിവസം? ഏത് ദിവസം? ജഹീം കൊണ്ടുവരപ്പെടുന്ന, ജഹീമിനെ ഐനുൽ യഖീനിൽ ദർശിക്കുന്ന ആ ദിവസം. അതേതാ ദിവസം? അന്ത്യനാൾ, പരലോകം, വിചാരണയുടെ ദിവസം. ആ ദിവസം നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. അനിൻ നഈം, എന്തിനെ കുറിച്ച്? നഈമിനെ കുറിച്ച്, നഈമിനെ കുറിച്ച് ചോദിക്കപ്പെടും. നഈമിനെ കുറിച്ച് ആ ദിവസം നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. നഈമിന്റെ വിഷയത്തിലാണ് എന്ത് മനുഷ്യന്മാര് തകാസുർ കാണിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നഈം, അതാണ് വലത്, അതാണ് മാല്, അതാണ് ജാഹ്, അതാണ് പിന്നെ സുൽത്താന, അധികാരം, അതാണ് ഇൽമ്, അറിവ്. ഇതൊക്കെ നഈമാണ്. അതിൻ്റെ പേരിലാണ് മനുഷ്യന്മാർ എന്ത് ചെയ്യുന്നത്? തകാസുർ. പരസ്പരം പെരുമ നടിക്കുന്നു, പൊങ്ങച്ചം നടിക്കുന്നു, അതേപോലെ തന്നെ പെരുപ്പം കാണിക്കുന്നു. എന്നിട്ട് അത് പരലോകത്തെ മറക്കാൻ മാത്രം അവരെ അശ്രദ്ധമാക്കുന്നു. ഇങ്ങനെയുള്ള നിങ്ങൾ പെരുമ കാണിക്കുന്ന, പൊങ്ങച്ചം നടിക്കുന്നതായ നിഅമത്ത്, അനുഗ്രഹം, അതിനെക്കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ഈ സൂറത്തിൽ നമുക്ക് കുറേ മസാലകളുണ്ട്. അപ്പോൾ ഈ ഒരു അവസാനം ഉണ്ടല്ലോ, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, അന്നേ ദിവസം നഈമിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കപ്പെടുന്നതാണ്. എന്തിനത് അവസാനിപ്പിച്ചത് എന്നറിയാം. ഇങ്ങനെ പരസ്പരം പിന്നെ പെരുപ്പം നടിക്കാനല്ല നിഅമത്തുകൾ, പരസ്പരം പെരുപ്പം നടിക്കാനല്ല നിഅമത്തുകൾ. നിഅമത്തുകൾ കൊണ്ട് നിഅമത്ത് നൽകിയ അള്ളാഹുവിന് നന്ദി കാണിക്കാനാണ് നിഅമത്തുകൾ. പെരുപ്പം നടിക്കലിലൂടെ എന്ത് ചെയ്യും? നമ്മൾ അള്ളാഹുവിനെ തൊട്ട് അശ്രദ്ധാകും, പരലോകത്തെ തൊട്ട് അശ്രദ്ധാകും. നന്ദി കാണിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ നിഅമത്തുകളിൽ ഒരു പരലോകമുണ്ട്, ഒരു വിചാരണ ഉണ്ട് എന്നുള്ള ബോധം നമുക്ക് ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ പാടില്ല. വിചാരണ നിഅമത്തുകളുടെ വിഷയത്തിൽ ഉണ്ടാകും. പെരുപ്പം നടിക്കലും പൊങ്ങച്ചം നടിക്കലും ഒക്കെ അത് ഈ വിചാരണയെ വിസ്മരിക്കാനേ ഉതകും. അതുകൊണ്ട് അത് മനുഷ്യന്മാർക്ക് പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. നഈം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹത്തിന് പേരിട്ടത്. നഈം നുഅമത്ത് എന്താ? നുഅമത്ത്, ഖുശൂനത്ത്, യുബൂസത്ത്, വരൾച്ച, പാരുഷ്യം എന്നതിൻ്റെ ഒക്കെ എതിരാണ് നുഅമത്ത്, മൃദുലത, സൗമ്യത. അതിനാണ് നഈം എന്ന് പദം വന്നത്. അതുകൊണ്ട് തന്നെ നഈം എന്ന് പറഞ്ഞെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം മാത്രമല്ല, പിന്നെയോ മനുഷ്യന്മാർക്ക് ഗുണപ്രദമായതെല്ലാം എന്താണ്? നഈമാണ്. മനസ്സിലായില്ലേ? മനുഷ്യർക്ക് പിന്നെ അനുഗ്രഹമായിട്ടുള്ള, എളുപ്പമായിട്ടുള്ള, സൗമ്യമായിട്ടുള്ള, മൃദുലമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതൊക്കെ നിഅമത്താണ്. തണുത്ത വെള്ളം നിഅമത്താണ്, കാരക്ക നിഅമത്താണ്. പിന്നെ ചിലർ പറഞ്ഞത് പിന്നെ ദാഹിച്ചവന് ലഭിക്കുന്ന ശീതള പാനീയം വരെ ചോദ്യം ചെയ്യപ്പെടുന്ന നിഅമത്താണ്. പരലോകത്ത് അൽമാ ഉൽ ബാരിദ് വരെ ചോദ്യം ചെയ്യപ്പെടുന്ന നിഅമത്താണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്.
പിന്നെ ഈ അബുൽ ഹൈസം ഇബ്നു തൈഹാൻ, മാലിക് ഇബ്നു തൈഹാൻ എന്ന് പറയുന്ന ഒരു സഹാബി ഉണ്ട്. മാലിക് ഇബ്നു തൈഹാൻ, അദ്ദേഹത്തിന് വിളിപ്പേര് അബുൽ ഹൈസം എന്നാണ്. വളരെ പ്രഗത്ഭനായ മഹാനായ ഒരു സഹാബിയാണ് ഈ അബുൽ ഹൈസം ഇബ്നു തൈഹാൻ, മാലിക് ഇബ്നു തൈഹാൻ. അദ്ദേഹത്തിൻ്റെ പേരതാണ് മാലിക്. ഇദ്ദേഹം അസ്അദ് ഇബ്നു സുറാറ, ആർക്കറിയാം ഈ അസ്അദ് ഇബ്നു സുറാറയൊക്കെ? ആരാ അസ്അദ് ഇബ്നു സുറാറ? അസ്അദ് ഇബ്നു സുറാറ പിന്നെ അൻസാരികളിൽ, മദീനക്കാരിൽ ആദ്യം ഇസ്ലാം ആശ്ലേഷിച്ച മഹാനാണ് അസ്അദ് ഇബ്നു സുറാറയ്ക്ക്. മനസ്സിലായി? ഈ അസ്അദ് ഇബ്നു സുറാറയോടൊപ്പം ഇസ്ലാം ആശ്ലേഷിച്ച മഹാനാണ് മാലിക് ഇബ്നു തൈഹാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 8 പേർ അഖബയിൽ വെച്ച്, മദീനക്കാർ 8 പേർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അഖബയിൽ വെച്ച് ഉടമ്പടി ചെയ്തപ്പോൾ ആ 8 പേരിൽ പ്രമുഖരായ 2 ആളാണെന്ന്. ഒന്ന് അസ്അദ് ഇബ്നു സുറാറയും മറ്റൊന്ന് മാലിക് ഇബ്നു തൈഹാനും. വളരെ പിന്നെ പ്രമുഖനായ സഹാബിയായിരുന്നു മാലിക് ഇബ്നു തൈഹാൻ. ഉസ്മാൻ ഇബ്നു മദ്ഊൻ മുഹാജിർ ഈ മാലിക് ഇബ്നു തൈഹാനും ഒന്നിച്ചായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കിടയിൽ സഹോദരൻ ഉണ്ടാക്കിയിട്ട് ഒന്നിച്ചായിരുന്നു താമസിച്ചിരുന്നത്. ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിലാണ് മാലിക് ഇബ്നു തൈഹാൻ മരണപ്പെടുന്നത്. ഈ മാലിക് ഇബ്നു തൈഹാൻ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഒരു വിശപ്പോ പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് പോവുക. കാരണം അദ്ദേഹം ഒരു പിന്നെ സൽക്കാരപ്രിയനായിരുന്നു. മാത്രമല്ല അദ്ദേഹം ആളുകളുടെ പട്ടിണിയും പരിവട്ടവും മനസ്സിലാക്കിയിട്ട് അവരെ സഹായിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ആര്? മാലിക് ഇബ്നു തൈഹാൻ എന്ന് പറയുന്ന അൻസാരിയായ സഹാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ വിശന്ന് രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിനെയും ഉമർ റളിയല്ലാഹുവിനെയും കണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസമയത്ത് അവരെ കണ്ടപ്പോൾ അവരോട് ചോദിച്ചു എന്താണെന്ന് പറഞ്ഞപ്പോൾ വിശപ്പ് കാരണത്താൽ ഇറങ്ങിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കറും ഉമറും എല്ലാവരും വിശപ്പ് കാരണത്താലാണ് ഇറങ്ങിയത്. അങ്ങനെ അവർ നേരെ പോയത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. അബുൽ ഹൈസം ഇബ്നു തൈഹാൻ്റെ വീട്ടിലേക്കാണ് പോയത്. അബുൽ ഹൈസം ഇബ്നു തൈഹാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ ചരിത്രം കുറച്ച് വിശാലാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞ് അബുൽ ഹൈസം ഇബ്നു തൈഹാൻ സ്ഥലത്തിൽ അദ്ദേഹം ശുദ്ധജലം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ ഉമർ എന്നിവരെ അവർ വിളിച്ച് വീട്ടിൽ ഇരുത്തി. മനസ്സിലായില്ലേ? അങ്ങനെ അബുൽ ഹൈസം ഇബ്നു തൈഹാൻ വന്നു. അദ്ദേഹം ശുദ്ധജലവും അതേപോലെ തന്നെ റുതബ് കാരക്കയും ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി. പിന്നീട് അദ്ദേഹം ഭാര്യനോട് പറഞ്ഞു മാവ് കൊണ്ട് റൊട്ടി ഉണ്ടാക്കാൻ പറഞ്ഞ് അദ്ദേഹം ഒരാടിനെ അറുത്തിട്ട് ഭക്ഷണം പാകം ചെയ്ത് റെഡിയാക്കി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഈ സൽക്കാരം വിളമ്പി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിച്ച്, അബൂബക്കർ ഉമറും ഭക്ഷണം കഴിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറും കേൾക്കെ ഈ ആയത്തോതി സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. വിശപ്പാണ് നിങ്ങളെ വീട്ടിൽ നിന്നിറക്കിയത്. ഇപ്പം നിങ്ങൾ വിശപ്പ് മാറി വിശപ്പിന് പരിഹാരമായിട്ടാണ് നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങുന്നത്. സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അനുഗ്രഹങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നേ ദിവസം നിങ്ങളോട് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറയണ്ടായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, റസൂലേ വിശക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ഈ ഭക്ഷണം, കാരക്ക, വെള്ളം, ഈ സൽക്കാരം, അതിൽ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വിചാരണയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലും വിചാരണയുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ വിചാരണയിൽ വിശ്വാസിയും അവിശ്വാസിയുണ്ട്. അവിശ്വാസിക്ക് വിചാരണ അവൻ്റെ നന്ദി കേടിനായിരിക്കും. വിശ്വാസിയെ വിചാരണ ചെയ്യുമ്പോൾ വിശ്വാസി അനുഗ്രഹത്തിന് നന്ദി കാണിച്ചിട്ടുണ്ട് എങ്കിൽ അവനെ ആദരിക്കാനായിരിക്കും വിചാരണ. അപ്പം നമ്മൾ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചിട്ടുണ്ട് എങ്കിൽ വിചാരണയിൽ രക്ഷയാണ്. അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചിട്ടില്ല എങ്കിലോ അവിശ്വാസിയെ പോലെ വിചാരണയിൽ നമ്മൾ പരാജിതരാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. അതുകൊണ്ടാണ് അനുഗ്രഹങ്ങൾ ഏറെ കിട്ടിയ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് ദുആ ചെയ്തത്, റബ്ബി ഔസിഅനി അൻ അഷ്കുർ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ. റബ്ബേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ഏകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാൻ നീ എനിക്ക് ഉദവിയേകണമേ, നീ എന്നെ സഹായിക്കണമേ എന്ന് ആര് പ്രാർത്ഥിച്ചത്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു. എന്ത്? എല്ലാ നിസ്കാരത്തിനൊടുവിലും പ്രാർത്ഥിക്കാൻ. എന്താ പ്രാർത്ഥിക്കേണ്ടത്? ചിലർക്ക് ചിലർ വിചാരിക്കണം ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ സ്വപ്നത്തിലൂടെ ഇൽമ വരുന്നതാണ്. അതിവിടെ സ്വീകാര്യമല്ല. കാരണം നമ്മൾക്ക് നബിമാരുടെ സ്വപ്നം മാത്രമേ വഹയുള്ളൂ അല്ലേ? നമ്മളൊക്കെ സ്വപ്നത്തിലൂടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കൂല. എന്നതൊക്കെ ഓരോരുത്തർക്ക്. പിന്നെ
എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി ആരെങ്കിലും കണ്ണിമ്പീട്ടുണ്ടെങ്കിൽ ഓരോട് ഞാൻ ചോദിക്കും. അപ്പൊ എല്ലാം ശ്രദ്ധിച്ചോളി. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദിനെ പഠിപ്പിച്ചത്? നിസ്കാരത്തിന് അവസാനം പറയാന് അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവേ, നിനക്ക് ദിക്ർ എടുക്കുവാൻ, നിനക്ക് ശുക്ർ അർപ്പിക്കുവാൻ, നല്ല നിലക്കുള്ള ഇബാദത്ത് എടുക്കുവാൻ നീ എന്നെ സഹായിക്കണം. അപ്പോൾ അള്ളാഹുവിൻ്റെ നിഅമത്തുകൾക്ക് നമ്മൾ നന്ദി കാണിക്കണം. അപ്പോൾ നമുക്ക് വിചാരണ നമ്മൾ ആദരിക്കാനായിരിക്കും. അതേസമയം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദികേട് കാണിച്ചിട്ടുണ്ട് എങ്കിൽ, നന്ദി കാണിച്ചില്ല എങ്കിൽ അവിശ്വാസികളെ പോലെ വിചാരണ നമുക്ക് അപകടമായിരിക്കും. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. അത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. വിശക്കുന്ന സന്ദർഭത്തിൽ ആ വിശപ്പിന് പരിഹാരമായി പച്ചവെള്ളവും കാരക്കയും പിന്നെ ഒരു വിരുന്നും കിട്ടിയപ്പോൾ അതിൽ വിചാരണയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അനുഗ്രഹങ്ങൾ പല നിലക്ക് ആസ്വദിക്കുന്ന, അനുഭവിക്കുന്ന നമ്മളൊക്കെ എത്രമാത്രം ഈ ഒരു വിചാരണയെക്കുറിച്ച് ആലോചിക്കണം എന്താണ് അവിടെ മനസ്സിലാക്കാനുള്ള ഒരു വിഷയം. ഇവിടെ പിന്നെ അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. മഖ്ബറകൾ സന്ദർശിക്കുന്നത് വരേക്കും ഈ പിന്നെ പെരുപ്പം നടിക്കുക എന്നുള്ളത് നിങ്ങളെ പരലോകത്തെ തൊട്ട് അശ്രദ്ധമാക്കിയിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതൊരു പ്രസ്താവനയാണ്, ഒരു പ്രസ്താവനയാണ്. അൽഹാകുമുത് തകാസുർ, തകാസുർ നിങ്ങൾ അശ്രദ്ധമാക്കിയിരിക്കുന്നു എന്നാണ്. ആ പ്രസ്താവന ഒരു ആജ്ഞ കൂടിയാണ്, കൽപ്പന കൂടിയാണ്. ആ പ്രസ്താവന ഒരു കൽപ്പന കൂടിയാണ്. എന്താ കൽപ്പന? അങ്ങനെ ഈ പിന്നെ പെരുപ്പം നടിച്ച് നമ്മൾ പരലോകത്തെ തൊട്ട് എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, അശ്രദ്ധമാകാൻ പാടുള്ളതല്ല എന്നുള്ളൊരു ആജ്ഞയിലുണ്ട്. മനസ്സിലല്ലേ? ഖലീഫ ഹാറൂൺ റഷീദ് നല്ലൊരു കൊട്ടാരം ഉണ്ടാക്കി, നല്ല അമ്പരചുംബിയായ ഗംഭീരമായ കൊട്ടാരം. ഹാറൂൺ റഷീദ് ഭയങ്കര പിന്നെ നിപുണനായ ഖലീഫ, സമ്പൽ സമൃദ്ധിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൻ്റെ പ്രത്യേകത. ഒരു കാർമുകിൽ ആകാശത്തിൽ എവിടെ കണ്ടാലും പറയുമെന്നാണ് അന്ന്, നീ എവിടെ പോയി പെയ്താലും നിന്റെ വരുമാനം ഇവിടെ എത്തുന്നു. മനസ്സിലെ? അത്രമാത്രം ഇസ്ലാമിക രാഷ്ട്രം സമൃദ്ധമായ, സമ്പൽ സമൃദ്ധമായ ഒരു കാലഘട്ടമായിരുന്നു ഹാറൂൺ റഷീദിൻ്റെ കാലഘട്ടം. ഹാറൂൺ റഷീദ് ഒരു കൊട്ടാരം ഉണ്ടാക്കി, നല്ല സുന്ദരമായ കൊട്ടാരം. ആ കൊട്ടാരത്തിൻ്റെ പിന്നെ ഉദ്ഘാടന ചടങ്ങിൽ പലരും പങ്കെടുത്ത്. മനസ്സിലായില്ലേ? പണ്ഡിതന്മാർ പങ്കെടുത്തു, അതേപോലെ തന്നെ ഗസ്റ്റുകളൊക്കെ വന്നു. ഇമാം അബുൽ അത്താഹിയ അദ്ദേഹം ഇമാം അല്ല അസ്തഗ്ഫിറുല്ലാ, പിന്നെ അദ്ദേഹം കവിയാണ്, ഒരു വിരക്ത ജീവിതം നയിച്ചിരുന്ന ഒരു പണ്ഡിതനാണെന്ന് പറയാം. പണ്ഡിതനാണ്, ഒരു ഇമാം എന്ന് പറയാൻ പറ്റില്ല, പണ്ഡിതനാണ്. അപ്പോൾ പിന്നെ അബുൽ അത്താഹിയയോട് പിന്നെ ഹാറൂൺ റഷീദ് ഈ കൊട്ടാരത്തെ വർണ്ണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ അബുൽ അത്താഹിയ ഒരു 4 വരി കവിത ചൊല്ലി. ആ കവിത ഇങ്ങനെയാണ്: ഇഷ്മാ ബദാലക സാലിമൻ ഫീ ദില്ലി ഷാഹികത്തിൽ ഖുസൂർ തജ്രി അലൈക ബിമഷ്തഹൈത് മഅ الصباح ومع البكور وإذا النفوس تغرغرت بسفير حشرجة الصدور هناك تعلم موقنا ما كنت إلا في غرور. ഇതാണ് കവിത. ഹാറൂൺ റഷീദ് ആ കവിത കേട്ടിട്ട് ബോധം കെട്ടുന്നതാണ്. എന്താ കവിതയിലുള്ളത്? കവിത കൊട്ടാരത്തെ വർണ്ണിക്കാനാണ്. പറഞ്ഞു: ഇഷ്മാ ബദാലക സാലിമൻ ഫീ ദില്ലി ഷാഹികത്തിൽ ഖുസൂർ. കൊട്ടാരത്തിൻ്റെ ഈ സമൃദ്ധിയിൽ സുരക്ഷിതനായി ധന്യനായിട്ട് ജീവിച്ചോളൂ രാജാവേതാണ്. ഇഷ്മാ ബദാലക, തോന്നിയ രീതിയിൽ ഈ കൊട്ടാരത്തിൻ്റെ ഈ ശീതള ഛായയിൽ, സമൃദ്ധിയിൽ ഉഷാറായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറഞ്ഞു. ഇഷ്മാ ബദാലക സാലിമൻ, സുരക്ഷിതനായി ജീവിക്കാൻ പറഞ്ഞു. തജ്രി അലൈക മിനൽ ഉമൂർ മഅ സബാഹി വ മഅൽ ബുകൂർ. മാത്രമല്ല തജ്രി അലൈക ബിമഷ്തഹി, നിങ്ങൾ ഇച്ഛിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഈ കൊട്ടാരത്തിൽ വരും. നിങ്ങൾ എന്താണോ ഇഷ്ടപ്പെടുന്നത്, ഇച്ഛിക്കുന്നത്, അതെല്ലാം കൊട്ടാരത്തിൽ വരും. മഅ സബാഹി വ മഅൽ ബുകൂർ, പ്രഭാത പ്രദോഷങ്ങളിൽ, രാപ്പകൽ അല്ലെങ്കിൽ പ്രഭാത പ്രദോഷങ്ങളിലെല്ലാം നിങ്ങൾ ഇച്ഛിക്കുന്നതെല്ലാം ഈ കൊട്ടാരത്തിൽ വരും. അതുകൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറഞ്ഞു. പക്ഷേ അബുൽ അത്താഹിയ പറഞ്ഞു:
വഇദൻ നുഫൂസു തഗർഗറത് ബിസഫീരി ഹശ്റജത്തി സുദൂർ. മരണാസന്നനായിട്ട് ശ്വാസം തൊണ്ടയിൽ കുടുങ്ങിയിട്ട് ഗർഗറ പറയുന്ന ഒരു അവസരം വരും. ആ അവസരം വന്നാൽ ഹുനാക തഅലമു മൂഖിനൻ മാ കുൻത ഇല്ലാ ഫീ ഗുറൂർ. അപ്പം നിങ്ങൾക്ക് ബോധ്യപ്പെടും ഞാൻ വഞ്ചനയുടെ ഒരു ലോകത്തായിരുന്നു എന്ന കാര്യം. ഞാൻ തീർച്ചയായും വഞ്ചനയുടെ ഒരു ലോകത്തായിരുന്നു എന്നത് അപ്പം നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് അടിച്ചു പൊളിച്ചോളി എന്ന് പറഞ്ഞു. ഹാറൂൺ റഷീദ് ഇത് സുന്ദരമായ അറബി ശൈലിയും സാഹിത്യമാണ്. അത് കേട്ട ഹാറൂൺ റഷീദ് ബോധരഹിതനായി എന്നാണ്. അപ്പോൾ ഈ ഭൗതിക വിഭവങ്ങളും ലൗകിക സൗകര്യങ്ങളുണ്ടല്ലോ, അതിനെ നമ്മൾ ഈ രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. ഏത് രീതിയിൽ? അത് എത്രമാത്രം മികവുറ്റതായിട്ടുണ്ടെങ്കിലും നമ്മുടെ ശ്വാസം ചങ്കിൽ ഉണ്ടല്ലോ, തൊണ്ടയിൽ കുടുങ്ങുന്ന ഒരു ടൈമുണ്ട്. ആ ടൈം എത്തിയിട്ടുണ്ടെങ്കിൽ ഈ പൊങ്ങച്ചം നടിക്കുന്ന വിഭവങ്ങളൊക്കെ ചതിയായിരുന്നു, വഞ്ചനയായിരുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെ ദീനുൽ ഇസ്ലാം നമ്മളോട് പറഞ്ഞത് അൽഹാക്കുമു തകാസുർ, തകാസുർ നിങ്ങളെ പ്രജ്ഞാശൂന്യരാക്കിയിരിക്കുന്നു. അങ്ങനെ പ്രജ്ഞാശൂന്യരാക്കേണ്ട, ഇതൊക്കെ വഞ്ചനയുടെ വിഭവങ്ങളാണ് എന്നുള്ളതാണ്. ഇവിടെ ഹത്താ സുർത്തുമുൽ മഖാബിർ എന്ന് പറഞ്ഞ് മഖബറുകൾ നിങ്ങൾ സിയാറത്ത് ചെയ്യുന്നത് വരെ. ഈ ഹത്താ സുർത്തുമുൽ മഖാബിർ കേട്ടപ്പോൾ ഒരു ആറാബി പറഞ്ഞു എന്നാണ്, വല്ലാഹി ലതുബഅസുൻ, അല്ലാഹുവാണ് സത്യം, നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് സുർത്തുമുൽ മഖാബിർ എന്നുള്ളത് കേട്ടപ്പോൾ. അപ്പോൾ അറാബിയോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഇത് കേട്ടപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞത്? അപ്പം അള്ളാഹു പറഞ്ഞത് സിയാറത്തുൽ മഖ്ബറയാണ്. സായിർ ഒരിക്കലും നിത്യവാസിയല്ല. സായിർ എന്ന് പറഞ്ഞാൽ ആരാണ്? വിസിറ്റ് ചെയ്യണവനാണ്. സിയാറത്ത് വിസിറ്റ് ചെയ്യലാണ്. വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിസിറ്റിംഗ് വിസക്കൊന്നാൽ 6 മാസമാണ് ഇവിടെ മടങ്ങി പോകണം. ഇതേപോലെയാണ് വിസിറ്റിംഗ് വിസ, അതിൻ്റെ കാലാവധി നശ്വരാണ്. അത് കഴിഞ്ഞാൽ മടങ്ങിപ്പോണം. അപ്പം മഖബറകളിൽ സിയാറത്താണ്. സിയാറത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മടങ്ങണം. അതുകൊണ്ട് തന്നെ ഉയർത്തെഴുന്നേൽപ്പുണ്ട്, ഉറപ്പിച്ചോളിയും എന്ന് അറാബി ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കി എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു മസല അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ മരിക്കണത് വരെ എന്നുള്ളത് അള്ളാഹു പറയാതെ മഖബറകൾ സിയാറത്ത് ചെയ്യുന്നത് വരെ എന്നാണ് പറഞ്ഞത്. മഖബറകൾ സിയാറത്ത് ചെയ്യുന്നത് വരെ എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പം മഖബറകളെ സിയാറത്ത് ചെയ്യുക എന്നുള്ളൊരു വിഷയമുണ്ട്. സിയാറത്ത് ചെയ്യുക എന്നുള്ളൊരു വിഷയം ഉണ്ട്, ഇസ്ലാമിലുണ്ട്. ഈ ആയത്തിൻ്റെ വെളിച്ചത്തിലാണ് സിയാറത്തുൽ ഖുബൂറുമായി ബന്ധപ്പെട്ട് തഫ്സീറുകളിൽ ചില കാര്യങ്ങൾ പറയുന്നത്. ഒന്ന്, സിയാറത്തുൽ ഖുബൂർ എന്നുള്ളതുണ്ട്. അത് ഈ ആയത്തും അറിയിക്കുന്നുണ്ട്, ഹദീസുകളും അറിയിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും പൂർവികരും ഖബറുകൾ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സഫർ ചെയ്തിട്ടില്ല. സഫർ എന്നെന്താ? യാത്ര. ഒരു തെളിവും കാണാൻ സാധിക്കൂല സിയാറത്തുൽ ഖുബൂറിന് വേണ്ടിയിട്ട് ഒരു സഫർ പോയത്. അതുകൊണ്ട് തന്നെ സഫർ ചെയ്തിട്ടുള്ള ഒരു സിയാറത്തുൽ ഖുബൂർ ഇല്ല. അതിന് വേണ്ടിയിട്ടൊരു സഫറില്ല. സിയാറത്തുൽ ഖുബൂറിന് വേണ്ടിയിട്ട് ഒരു സഫറില്ല, അതില്ല. കാരണം അതിന് പൂർവികരിൽ നിന്ന് മാതൃകയല്ല. അനുബന്ധമായിട്ടുള്ളൊരു മസാല, സിയാറത്തുൽ ഖുബൂർ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് പുരുഷന്മാർക്ക് മാത്രമാണോ സ്ത്രീകൾക്ക് പാടുണ്ടോ? സ്ത്രീക്കും പുരുഷനും ഒന്നിച്ചാണ്? അങ്ങനെയാണ്. സിയാറത്തുൽ ഖുബൂർ അത് ഇവിടെ ഹത്താ സുർത്തുമുൽ മഖാബിർ നടത്തണമെങ്കിൽ അതിൽ ആണും ഉണ്ട് പെണ്ണും ഉണ്ട് ഇല്ലേ? സിയാറത്തുൽ ഖുബൂർ ആണുങ്ങൾക്ക് മാത്രമാണ്, അത് പെണ്ണിനും കൂടി ഉണ്ട്. ആണിനൊറ്റക്കുള്ളൂ. ചിലർ പറയുന്നത് ആണിനുമുണ്ട് പെണ്ണിനുമുണ്ട്. അപ്പോൾ അതെന്താണ്? വോട്ടിനിടുന്നോ? എന്നിട്ട് പിന്നെ അങ്ങനെ തീരുമാനിക്കണം. നമ്മൾ ജനാധിപത്യത്തിൻ്റെ അൽഹാക്കും എന്ന് പറഞ്ഞാലും മുതക്കറല്ലേ? അത് ആണുങ്ങൾക്ക് മാത്രമുള്ള ആയത്ത്. അന്നിസാ ശഖായിഖുർ റിജാൽ, മനസ്സിലായോ? പിന്നെ ആണിനും പെണ്ണിനും ഒക്കെ ഖബർ സിയാറത്ത് ഇസ്ലാമിൽ ഹറാമായിരുന്നു, വിലക്കപ്പെട്ടതായിരുന്നു. ആണിനും പെണ്ണിനും ഒക്കെ ഇസ്ലാമിൽ എന്താണ്? ഖബർ സിയാറത്ത് നിഷിദ്ധമായിരുന്നു.
കുൻതു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ, ഖബറുകൾ സന്ദർശിക്കുന്നതിനെ തൊട്ട് ഞാൻ നിങ്ങളെ വിരോധിച്ചിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ നഹിയ ആർക്കൊക്കെ ഉള്ളതാണ്? നഹിയ ആണിനും പെണ്ണിനും ഒരുപോലെയാണ്. റജുലും അതേപോലെ തന്നെ നിസാവും, ആണിനും പെണ്ണിനും ഒരുപോലെ ഖബർ സിയാറത്ത് ഇസ്ലാമിൽ നിഷിദ്ധമായിരുന്നു. കുൻതു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ. സുദീർഘമായ ഒരു കാലഘട്ടം, നുബുവത്തിൻ്റെ ഒരു നീണ്ട കാലഘട്ടം ആണിനും പെണ്ണിനും ഖബർ സിയാറത്ത് വിരോധിക്കപ്പെട്ടിരുന്നു. ആണിനും പെണ്ണിനും വിരോധിക്കപ്പെട്ടു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അനുവദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദിച്ചു. അല ഫസൂറുഹ, അല അറിയുക, ഫസൂറുഹ ഇനി നിങ്ങൾ ഖബറുകൾ സന്ദർശിച്ചു കൊള്ളുക. ഈ അനുവാദം ആർക്കാ? നിങ്ങൾ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ ആണിന് എന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങൾ സന്ദർശിക്കുക എന്ന് പറഞ്ഞത്. ആണിനും പെണ്ണിനും ഒരുപോലെ ആയിരുന്നു വിരോധം. പിന്നെ അനുവദിച്ചപ്പോൾ സുറൂഹ എന്നാണ്, നിങ്ങൾ സന്ദർശിക്കുക. അനുവാദം ആർക്കൊക്കെ ഉണ്ട്? ഇളവ് റുഖ്സ ആണിനും പെണ്ണിനും ഒരുപോലെയാണ്. ഇളവ് ആണിനും പെണ്ണിനും ഒരുപോലെയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആണിനും പെണ്ണിനും ഒരുപോലെ വിരോധിച്ചു. ഇളവ് വന്നപ്പോൾ അത് ആണിന് മാത്രമാണ്, പെണ്ണിനില്ല എന്ന് ചിലർ പറയുന്നുണ്ട്. അതിനവർ കാരണം പറയുന്നത് ചില ഹദീസുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് ലഅനല്ലാഹു സുവാറാത്തിൽ ഖുബൂർ, ലഅനല്ലാഹു സായിറാത്തിൽ ഖുബൂർ, ഇങ്ങനെ 2 ഹദീസുകളുണ്ട്. ഖബറുകൾ സിയാറത്ത് ചെയ്യുന്ന സ്ത്രീകളെ അള്ളാഹു ശപിക്കട്ടെ എന്നാണ്. ലഅനല്ലാഹു സുവാറാത്തിൽ ഖുബൂർ എന്നാണ്, ഖബറുകൾ സന്ദർശിക്കുന്ന സ്ത്രീകൾ. അവിടെ സുവാറാത്ത് എന്നാണ് പ്രയോഗം. സുവാറാത്ത് എന്ന് പറഞ്ഞെങ്കിൽ അത് സീഗത്തുൽ മുബാലഗയാണ്, അമിതോക്തി പ്രയോഗമാണ്, അഗാധാർത്ഥ പ്രയോഗമാണ്. മനസ്സിലായി? അധികമായി സന്ദർശിക്കുന്ന എന്നാണ് അതിൻ്റെ ഖബർ സന്ദർശനം. അത് അമിതമാക്കുന്ന സ്ത്രീകൾ എന്നുള്ളതാണ്. ഒന്നിൽ സായിറാത്ത് എന്നാണ്. പക്ഷേ സായിറാത്തും സുവാറാത്തും വന്നപ്പോൾ ഈ അമിതമായിട്ടുള്ള ഖബർ സന്ദർശനത്തിൻ്റെ സ്ത്രീകളെയാണ് ഇതുകൊണ്ട് ഉദ്ദേശം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഈ ഹദീസുകളെ മുന്നിൽ വെച്ചാണ് പണ്ഡിതന്മാരിൽ, പ്രത്യേകിച്ച് ഇവിടെയുള്ള പണ്ഡിതന്മാർ, ഹംബലി ഫുഖഹാക്കൾ വിശിഷ്യ അവർ പറഞ്ഞത് ആണിന് മാത്രമേ ഇളവുള്ളൂ ഖബർ സിയാറത്ത് ചെയ്യാൻ, പെണ്ണിന് അത് വിരോധിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് സ്ത്രീകൾ ഖബർ സിയാറത്ത് ചെയ്യാൻ പാടില്ല, അത് ഹറാമാണ് എന്നതാണ് ഒരു വിഭാഗം ഫുഖഹാക്കളുടെ പക്ഷം. എന്നാൽ മറുവിഭാഗം പണ്ഡിതന്മാർ സ്ത്രീകൾക്ക് പുരുഷന്മാർക്കെന്ന പോലെ ഖബർ സിയാറത്തിൽ ഇളവുണ്ട്, ഖബർ സിയാറത്ത് ചെയ്യാം എന്ന അഭിപ്രായക്കാരാണ്. അവർക്കതിന് ഉപോത്ബലകമായ തെളിവുകളുണ്ട്, ബലപ്പെട്ട തെളിവുകളുണ്ട്. ഒന്ന്, ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, റസൂലെ ഖബറുകൾ ഞാൻ സന്ദർശിച്ചാൽ എന്താണ് ദുആ ചെയ്യേണ്ടത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഖബർ സിയാറത്തിനുള്ള ദുആ പഠിപ്പിച്ചു. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലലാഹിഖൂൻ എന്ന് തുടങ്ങുന്ന ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പഠിപ്പിച്ചു. സ്ത്രീക്ക് ഖബർ സിയാറത്ത് നിഷിദ്ധമായിരുന്നുവെങ്കിൽ റസൂലുള്ള ദുആ പഠിപ്പിക്കലേ ചെയ്യുക. പിന്നെയോ നിനക്ക് നിഷിദ്ധമാണ്, അത് പാടില്ല എന്നുള്ളത് പഠിപ്പിക്കുക ചെയ്യുക. റസൂലുള്ള ചെയ്തിട്ടില്ല, ദുആ പഠിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതൊന്ന്. 2, ഒരു സ്ത്രീ ഒരു ഖബറിനരികിൽ ഇരുന്ന് കരയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. ഒരു ഖബറിനരികിൽ ഒരു സ്ത്രീ ഇരിക്കുകയാണ്, അവർ കരയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ത്രീയോട് കരയുന്നത് വിരോധിച്ചു, ക്ഷമിക്കാൻ ആവശ്യപ്പെട്ട്. അപ്പോൾ ആ സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എതിർത്ത് സംസാരിച്ച്, അതായത് അവർക്ക് ഏറ്റ മുസീബത്ത് പ്രവാചകനെ ഏറ്റില്ലല്ലോ എന്ന രീതിയിൽ പ്രതികരിച്ചു. പിന്നീടാണ് ആ സ്ത്രീ അറിയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ കയർത്ത് സംസാരിച്ചത് എന്നുള്ളത്. തിരുനബിയോട് അവർ ക്ഷമാപണം നടത്തി വന്നിട്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞത് ഇന്നമ സബ്റു ഇൻദ സദമത്തിൽ ഊല, ഒരു ട്രാജഡി ഉണ്ടാകുമ്പോൾ, ഒരു മുസീബത്ത് ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രഥമ ഘട്ടത്തിലാണ് ക്ഷമ അനിവാര്യമായിട്ടുണ്ടാകേണ്ടത് എന്നുള്ളത് അവരെ പഠിപ്പിച്ച്. അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ ഖബർ സിയാറത്ത് ചെയ്തതിനെ എതിർത്തിട്ടില്ല. പിന്നെയോ അവർ കരഞ്ഞതിനെയാണ്, അക്ഷമ പ്രകടിപ്പിച്ചതിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ട്രീറ്റ് ചെയ്തത്. മനസ്സിലായോ? അപ്പോൾ ആ സംഭവം സ്ത്രീക്ക് ഖബർ സിയാറത്ത് അനുവദനീയമാണ് എന്നുള്ളതിന് തെളിവാണ്. പിന്നെ മറ്റൊരു തെളിവ് പണ്ഡിതന്മാർ പറയുന്നത്, ഖബർ സിയാറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യകാലത്ത് വിരോധിച്ചു, ശരിയാണ്. പിന്നെ അനുവദിച്ചു. എന്തിനാണ് അനുവദിച്ചത്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അലാ ഫസൂറുഹ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുക. ഫഇന്നഹാ തുദക്കിറുൽ മൗത്ത്, കാരണം ഖബർ സിയാറത്ത് നിങ്ങളെ മരണത്തെ ഓർമ്മിപ്പിക്കും. വേറെ റിവായത്തിൽ തുദക്കിറുൽ ആഖിറ, പരലോകത്തെ ഓർമ്മിപ്പിക്കും. തുദ്മിഉൽ ഐൻ, കണ്ണിനെ കരയിപ്പിക്കും. വതലീനുൽ ഖൽബ്, അല്ലെങ്കിൽ തുലീനുൽ ഖൽബ്, ഹൃദയത്തെ ലോലമാക്കും. തുരീഖുൽ ഖൽബ്, ഹൃദയത്തെ ലോലമാക്കും. അപ്പൊ കണ്ണിനെ കരയിപ്പിക്കും, ഹൃദയത്തെ ലോലമാക്കും, മരണത്തെ ഓർമ്മിപ്പിക്കും, പരലോകത്തെ ഓർമ്മിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തോളിയും എന്നാണ് ആര് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത് പുരുഷന്മാർക്ക് മാത്രം വേണ്ട സംഗതിയാ? ഈ പറയപ്പെട്ട സംഗതി ഉണ്ടല്ലോ, കണ്ണ് കരയലും. പെണ്ണ് കരയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ കരച്ചിൽ ബാക്കിലൊന്നും ആവില്ല, അത് വേറെ വിഷയം. പക്ഷെ ഏത് കരച്ചിലാണ് വേണ്ടത്? ഇമാം ആമിറു ഷാബി പിന്നെ ഈ ഷുറൈഹിന് ഖാദിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഷുറൈഹ് ഖാദി ഭയങ്കര നിപുണനും അഗ്രഗണ്യനാണ് ജഡ്ജ്മെൻറ്റിൽ. അപ്പോൾ ഖാദി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ജഡ്ജിക്ക് ഇത് കുറേ അറിയാലോ. അപ്പോൾ വല്ലാതെ കരഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഷാബി അദ്ദേഹം ലോല ഹൃദയനാണ്, ഈ പെണ്ണ് കരഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഖാദിനോട് പറഞ്ഞ്, ഖാദി ഒന്ന് ശ്രദ്ധിക്കുക, ആ പെണ്ണിന് ഭയങ്കര കരഞ്ഞിട്ട് വരും, അതൊരു ആക്രമിക്കപ്പെട്ട മർദ്ദിതയാണെന്ന് തോന്നുന്നു, വേഗം അതിൻ്റെ പ്രശ്നം തീർക്കുമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇമാം ഷുറൈഹ് പറഞ്ഞു എന്നാണ്, കരച്ചിൽ നോക്കണ്ട. യൂസുഫ് നബിൻ്റെ സഹോദരങ്ങൾ ഇഷ സമയത്ത് സന്ധ്യാവേളയിൽ വാപ്പാൻ്റെ അടുത്തേക്ക് വന്നതും കരഞ്ഞുകൊണ്ടാണ്. പക്ഷെ അവർ കരഞ്ഞ എന്തിനാ? കള്ളക്കരച്ചിലാണ്. അപ്പം അങ്ങനെ കുറേ കരച്ചിലുണ്ടാവുമെന്ന് നോക്കണ്ട എന്ന് പറഞ്ഞു എന്നാണ് ആ പെണ്ണിൻ്റെ വിഷയത്തിൽ. സ്ത്രീകൾ കരയും, പക്ഷേ കരച്ചിൽ ഏത് വിഷയത്തിൽ വേണം? പരലോകത്തെ ഓർത്ത്, മരണത്തെ ഓർത്ത്, ഖബർ കണ്ടിട്ടുള്ള കരച്ചിൽ വേണം. അപ്പോൾ പിന്നെ ഇവിടെ പരലോകത്തെ ഓർക്കുക, മരണത്തെ ഓർക്കുക, കണ്ണ് കരയുക, കൽബ് ലോലമാകുക എന്നുള്ളത് ഖബർ സിയാറത്തിലൂടെ ഉണ്ടാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ അത് ആർക്കും വേണം? സ്ത്രീകൾക്ക് വേണം. പ്രത്യേകിച്ച് സ്ത്രീകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, യാ മാശറൻ നിസാ തസദ്ദഖ്ന വലൗ കാന മിൻ ഹില്യകുൻ ഫഇന്നി റഅയ്തുകുൻ അക്സറ അഹ്ലി നാർ എന്നാണ്. സ്ത്രീ സമൂഹമേ, നിങ്ങളുടെ ആഭരണങ്ങൾ ഊരി സദക്ക ചെയ്തെങ്കിലും നിങ്ങൾ നരകത്തിൽ നിങ്ങൾ സംരക്ഷിച്ചോളി, ഞാൻ നരകത്തിൽ കൂടുതൽ കണ്ടത് നിങ്ങളെയാണെന്നാണ്. അപ്പോൾ പരലോകത്തെ ഓർത്ത് നരകത്തിൽ നിന്ന് രക്ഷ നേടേണ്ടത് കൂടുതൽ ആണും നേടണം, അതേപോലെ വിഷയത്തിൽ കൂടുതൽ പെണ്ണും ശ്രദ്ധിക്കണം. അപ്പോൾ ഖബർ സിയാറത്തിന് ഇങ്ങനെ ഒരു ധർമ്മമുണ്ട് എങ്കിൽ ആ ധർമ്മത്തിൽ ആര് കൂടുതൽ പങ്കാളിയാകേണ്ടത്? സ്ത്രീകളും വേണ്ടതുണ്ട്. അപ്പോൾ പിന്നെ സ്ത്രീകൾ ഈ ഒരു ലക്ഷ്യത്തിന് ഖബർ സന്ദർശിക്കുകയാണ് എങ്കിൽ അത് ദീനാണ്. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞതായ തെളിവ്. സ്ത്രീകൾക്ക് ഖബറുകൾ സന്ദർശിക്കാൻ അനുവദനീയമാണെന്നുള്ളതിനുള്ള മറ്റൊരു തെളിവ് പറഞ്ഞത് പണ്ഡിതന്മാർ ഈ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ഹദീസുകൾക്ക് എന്ത് മറുപടി പറയും? അല്ലാഹു സുവാറാത്തിൽ ഖുബൂർ, ഖബറുകൾ സന്ദർശിക്കുന്ന സ്ത്രീകൾ അള്ളാഹു ശപിക്കട്ടെ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഹദീസുകൾ അതിൻ്റെ മറുപടി എന്താണ്? അവിടെ അതിന് അനുവദിച്ച പണ്ഡിതന്മാർ പറഞ്ഞ മറുപടി, സുവാറാത്തുൽ ഖുബൂറിനെയാണ് ശപിച്ചത്. സുവാറാത്ത് എന്ന് പറഞ്ഞാൽ ഈ അധികമായിട്ടുള്ള ഖബർ സന്ദർശനം, അത് ജാഹിലിയത്തിൻ്റെ സന്ദർശനമാണ്. എപ്പോഴും ഒരു പെണ്ണ് ഇങ്ങനെ ഖബർസ്ഥാനിക്ക് പോകുക എന്ന് പറഞ്ഞാൽ എന്തിനാ? അത് ആരുടെ സ്വഭാവം? അതവിടെ പോയിട്ട് അലമുറ ഇടാനും അക്ഷമ പ്രകടിപ്പിച്ച് കരയാനും, മനസ്സിലായി, വേവത് പൂണ്ട് കരയാനും, എൻ്റെ പിന്നെ ബന്ധുവിൻ്റെ ഖബറാണ്, എൻ്റെ ഭർത്താവിൻ്റെ ഖബറാണ് അല്ലെങ്കിൽ ആണ് പറഞ്ഞിട്ട് അക്ഷമ പ്രകടിപ്പിക്കാനാണ് എന്ത് ചെയ്യണത് ഈ പരിപാടി. മനസ്സിലായി. ജാഹിലിയത്തിലെ സിയാറത്തിൻ്റെ പ്രത്യേകതയാണിത്, ഈ അധികരിച്ചുള്ളതായ ഖബർ സിയാറത്ത്. അത് പരലോകബോധം ഉണ്ടാക്കാനല്ല, മനസ്സിലായില്ലേ, മരണചിന്ത ഉണ്ടാക്കാനുമല്ല. പിന്നെയോ അത് പിന്നെ ജാഹിലിയത്തിനെ കൊണ്ടുവരാനാണ്. അത്തരം സ്ത്രീകളെയാണ് ഇവിടെ ശപിച്ചിട്ടുള്ളത് എന്നാണ് അനുവദിച്ചതായ പണ്ഡിതന്മാർ പറഞ്ഞത്. ഏതായാലും സിയാറത്തുൽ ഖുബൂർ അത് ഇസ്ലാമിൽ ആദ്യകാലത്ത് വിരോധിക്കപ്പെട്ടു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അനുവദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആണിനും പെണ്ണിനും ഒരുപോലെയാണ് അതിൽ റുഖ്സ നൽകിയിട്ടുള്ളത്. സ്ത്രീകൾക്കും ഖബർ സിയാറത്ത് അനുവദനീയമാണ് എന്നുള്ളതാണ് തെളിവുകൾ അറിയിക്കുന്നത്. മനസ്സിലായോ? ഇതാണ് ഇതിൽ ഒരു മസലയായിട്ട് അനുബന്ധമായിട്ട് ഉണർത്താനുള്ളത്. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീമ സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം ഫീ ഷൈ
എന്തെങ്കിലും ഇഷ്കാലുണ്ടോ? തകാസുർ അത് പരലോകത്തെ മറന്നുകൊണ്ടും കേവല ഭൗതികത മാത്രം ലാക്കാക്കിയിട്ടുവാണെങ്കിൽ അതൊക്കെ ഈ ഗണത്തിൽ പെടും. അങ്ങനെയാണ് എങ്കിൽ, എനിക്കന്ന് അതിനറിയില്ല, പക്ഷെ അങ്ങനെയാണ് എങ്കിൽ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നുണ്ടല്ലോ പരലോകത്തെ മറന്നുകൊണ്ടുള്ള ലൗകികമായ കേവല ഭൗതിക നേട്ടങ്ങളിൽ കണ്ണ് നട്ടുകൊണ്ടുള്ളതായ ഈ പെരുമ കാണിക്കൽ, പെരുപ്പം നടിക്കൽ, അതാണ് ഇവിടെ വിരോധിച്ചിട്ടുള്ളത്. വിരോധിക്കപ്പെട്ട സംഗതിയും അള്ളാഹു ശപിച്ചൊരു ഏർപ്പാട് കഴിയെങ്കിൽ മറർത്തിയല്ല, ആണ് മറർത്തി അല്ലെങ്കിൽ അവിടുന്ന് ഓടണം എന്നാ പറയാം. പക്ഷേ അവിടെ നിന്ന് അവിടെ അവർക്ക് വേണ്ടിയിട്ട് സലാം പറയുക, ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയിഷമ്മ ചോദിക്കുന്നത് ഖബറിന് നടന്നു പോകുകയാണെങ്കിൽ എന്നല്ല, പിന്നെ ഞാൻ ഖബർ സിയാറത്ത് ചെയ്യുകയാണെങ്കിൽ എന്ത് പറയണമെന്നാണ് ആയിഷ റളിയല്ലാഹു ചോദ്യം. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിക്കുന്നത്. മനസ്സിലായേ? പിന്നെ തഖീറുൽ ബയാൻ അൻ വഖ്തിൽ ഹാജ ലാ യജൂസ് എന്നാണ്. അതായത് പിന്നെ ആവശ്യ സന്ദർഭത്തെ തൊട്ട് ബയാനിനെ പിന്തിപ്പിക്കാൻ പാടുള്ളതല്ല. അവിടെ സിയാറത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിയാറത്ത് പാടില്ലാത്തതാണ് എങ്കിൽ അത് അപ്പം റസൂലുള്ള പറയണം, അത് എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, ആ ബയാനും പിന്തിപ്പിക്കാൻ പാടുള്ളതല്ല. അതൊരു അതൊരു തത്വമാണത്. ഷറയിൽ ഒരു ഖായിദയാണ്, തത്വമാണ്. തഖീറുൽ ബയാൻ അൻ വഖ്തിൽ ഹാജ ലാ യജൂസ്. ഹാജത്തിൻ്റെ വേളയിൽ നിന്ന് ബയാൻ പിന്തിപ്പിക്കാൻ പാടുള്ളതല്ല, അതപ്പം തന്നെ വിവരിക്കണം. ഇല്ല, ഉഹദ് കുറച്ച് ദൂരമൊന്നുമില്ല. ഉഹദ് അവിടെ അടുത്താണ്. മദീനയിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരം ഉഹദിലേക്കുള്ളൂ. 5 കിലോമീറ്റർ ദൂരം എന്നേ ഉള്ളൂ. ഇല്ല, സഫർ വേറെ. ഉഹദ് മസ്ജിദ് നബവിയിൽ നിന്ന് ഉഹദിലേക്ക് ഒരിക്കലും സഫർ ഉണ്ടാവില്ല. ലാ ഉർഫൻ വലാ ശറഅൻ. മതത്തിലും അത് സഫറല്ല, പിന്നെ നാട്ട് പതിവിലും അത് എന്തല്ല, അത് സഫറല്ല. മനസ്സിലായോ? നാട്ടു പതിവിൽ നടന്നെങ്കിൽ ഇപ്പം നമ്മൾ ഇപ്പം ഇവിടുന്ന് ഖബറിലേക്ക് എത്ര ദൂരമുണ്ട്? ഇവിടുന്ന് അൽ ഖബറിലേക്ക് എത്ര ദൂരമുണ്ട്? 30 കിലോമീറ്റർ അല്ലേ? ഇവിടുന്ന് ഒരാൾ ഖബറിലേക്ക് പോയാൽ സഫർ എന്ന് പറയില്ല. പക്ഷേ ഖുബറിൽ നിന്ന് ഒരാൾ ബഹ്റൈൻക്ക് പോയിട്ടുണ്ടെങ്കിൽ ബഹ്റൈൻക്ക് എത്ര ദൂരമുണ്ട്? അൽ ഖബറിൽ നിന്ന് ബഹ്റൈൻക്ക് എത്ര ദൂരമുണ്ട്? 25-30 അല്ലേ? അത് സഫറാണ്. ഖുബറിൽ നിന്ന് ഒരാൾ സഫറിലേക്ക് 30 അൽ ഖബറിൽ നിന്ന് ഒരാൾ ബഹ്റൈനിലേക്ക് 30 കിലോമീറ്റർ പോയാൽ അത് സഫറാണ്. ദമ്മാമിൽ നിന്ന് ഒരാൾ ഖുബറിലേക്ക് 30 കിലോമീറ്റർ പോയാൽ അത് സഫറല്ല. ഇത് ശറഅ് പറഞ്ഞതല്ല, ദീന് പറഞ്ഞതല്ല. പിന്നെ നമ്മളുടെ ഉർഫ്, നമ്മളുടെ പതിവ് പറയണം, നാട്ടു സമ്പ്രദായം, നാട്ടു നടപ്പ് പറയുന്ന കാര്യമാണ്. എന്തുകൊണ്ട് ഖുബറിൽ നിന്ന് ഒരാൾ പിന്നെ ബഹ്റൈനിലേക്ക് പോകുമ്പോൾ അയാളുടേതൊരു യാത്രയാണ്. കാരണം യാത്രക്ക് വേണ്ട എല്ലാ സാമഗ്രികളും ഒരുക്കി, പാസ്പോർട്ടൊക്കെ ഒരുക്കി അയാൾ യാത്രയിൽ പിന്നെ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നതിനുള്ളതായ വിസയൊക്കെ ശരിയാക്കിയിട്ട് അങ്ങനെയാണ് പോണത്. അതുകൊണ്ടത് നടപ്രകാരം അത് യാത്രയാണ്. മനസ്സിലായി? അതേസമയം പിന്നെ ഇവിടുന്ന് 30-35 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ തന്നെ എന്താവില്ല, അത് സഫറല്ല. ഇവിടുന്ന് നമ്മൾ സഫ്വയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ 35 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ അത് സഫറല്ല. മനസ്സിലായി? അപ്പോൾ അത്രയൊന്നും ദൂരമില്ലാത്ത ബഹ്റൈനിക്ക് പോയിട്ടുണ്ടെങ്കിൽ സഫറാണ്. അതേ പറഞ്ഞത് എന്താണ് ഉർഫ് എന്ന് പറയുന്നത്. ഉർഫിലും ഷറയിലും മദീനയിൽ നിന്ന് ഒരാൾ ഹുദക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്തല്ല, സഫറല്ല. സിയാറത്തിന് വേണ്ടിയുള്ള സഫർ അത് ഇസ്ലാമിലില്ല, അത് ഇസ്ലാമിൽ ഇല്ല. ഒരു സിയാറത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സഫർ എന്ന നിലക്ക് പോകാൻ പാടില്ലതല്ല, അതിന് തെളിവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സഹാബത്തോ അങ്ങനെ സഫർ പോയതിന് തെളിവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.